ഒരു പക്ഷേ മലയാളത്തിലെ ഏറ്റവും മികച്ച നോവലുകളുടെ ഗണത്തിൽ പെടുത്താവുന്ന പുസ്തകമാണത്. പക്ഷേ നിർഭാഗ്യവശാൽ ഒരുപാട് വായനക്കാരുടെ കൈകളിൽ എത്താൻ പറ്റിയില്ല എന്നതാണ് ആ പുസ്തകത്തിൻ്റെ ഒരു നിർഭാഗ്യമെന്ന് ഞങ്ങൾ കരുതുന്നു. തീർച്ചയായിട്ടും താമസിയാതെ മറ്റേതെങ്കിലും പ്രസാധകർ ആ പുസ്തകം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കും എന്ന് നാം കരുതുകയാണ്. കാരണം ഒരു വലിയ എഴുത്തുകാരൻ്റെ വരവ് വിളിച്ചറിയിക്കുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ യൂത്സു എന്ന് പറയുന്ന പുസ്തകം. DC ബുക്സ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കോവിഡ് കാലത്ത് നടത്തിയ വലിയൊരു മത്സരമായിരുന്നു ക്രൈം ഫിക്ഷൻ. അതിലൊരു പക്ഷേ മലയാളികൾ ഉള്ളിടത്തു നിന്നൊക്കെ 200-ലധികം പുസ്തകങ്ങൾ മത്സരത്തിനായിട്ട് വരികയും ആ 200 പുസ്തകങ്ങളിൽ നിന്ന് ഏറ്റവും മികച്ച, ഏറ്റവും ശ്രദ്ധേയമായ, പ്രതിഭാധനമായ 4 എഴുത്തുകാരുടെ പുസ്തകങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. ഒരുപക്ഷെ നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്നുള്ളത് ജയപ്രകാശിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം തന്നെയാണ്. ഏറ്റവും മികച്ച എഴുത്തുകാരൻ എന്ന നിലയിൽ ജയപ്രകാശ് അംഗീകരിക്കപ്പെടുകയാണ്. കേരളത്തിൽ വളരെ പ്രശസ്തനായ എഴുത്തുകാരൻ നൽകിയ പ്രശസ്തി പത്രത്തിൽ ആ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ചരിത്രത്തെ, സംസ്കാരത്തെ, ഐതിഹ്യത്തെ, ശാസ്ത്രത്തെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു ക്രൈം ത്രില്ലർ എങ്ങനെയാണ് ജയപ്രകാശ് രൂപപ്പെടുത്തിയതെന്നുള്ളത് ആ പുസ്തകം വായിക്കുന്ന ഓരോരുത്തർക്കും ബോധ്യപ്പെടും. അപ്പോൾ ഏതായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തമാണിത്. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഔപചാരികമായ പ്രകാശനം കോട്ടയത്ത് വെച്ച് നടത്തപ്പെടുകയുണ്ടായി. KR മീരയിൽ നിന്ന്, മലയാളത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാരി KR മീരയിൽ നിന്ന് പ്രശസ്തി പത്രം ജയപ്രകാശ് പാനോ ഏറ്റുവാങ്ങുകയുണ്ടായി. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഒരു മേഖലയാണ്, ഒരു ശാഖയാണ് ക്രൈം ത്രില്ലർ നോവലുകൾ. കുറ്റാന്വേഷണ നോവലുകളുടെ ഒരു വലിയ, പ്രത്യേകിച്ചും ഏറ്റവും യുവാക്കളായ ഒരുപാട് എഴുത്തുകാർ ഏറ്റവും സജീവമായിട്ട് ഇടപെടുന്ന ഒരു മേഖലയാണ്. ജയപ്രകാശ് പാനോ വളരെ കൃത്യമായിട്ട് ആ നോവലിലൂടെ തനിക്ക് പറയാനുള്ളത് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത്. വളരെ വായനക്കാരെ ഒരു കുറ്റാന്വേഷണ നോവലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ആകാംക്ഷയുടെ ഒരു മുൾമുനയിൽ ഇങ്ങനെ നിർത്തിക്കൊണ്ട് വായനക്കാരെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതിസമർത്ഥമായിട്ട് അദ്ദേഹം അതിൽ വിജയിച്ചിട്ടുണ്ട്. വളരെ ഒരു സിനിമാറ്റിക് നോവൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നോവലാണ്. നോവലിനെ കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നതിൽ ഒരുപാട് പേർ സംസാരിക്കാറുണ്ട്. സ്വാഗത പ്രാസംഗികൻ എന്ന നിലയിൽ അധികം നീട്ടി പറയുന്നത് അനുചിതമാണ്. അതുകൊണ്ട് തന്നെ പുസ്തകത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറയേണ്ടതുണ്ട്. ഏതായാലും പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ജയപ്രകാശ് പാനോ എന്ന് പറയുന്ന വ്യക്തി പാനൂർ മേഖലയിൽ ഞങ്ങളൊക്കെ കണ്ടു തുടങ്ങിയ ഏറ്റവും നല്ല ഒരു വായനക്കാരനെ നമ്മൾ മറ്റാരെയും അധികം കണ്ടിട്ടില്ല. നിരന്തരം വായനയും എഴുത്തും, ഏറ്റവും ചെറിയ പ്രായം മുതൽ വായനയിലൂടെയും എഴുത്തിലൂടെയും സഞ്ചരിക്കും, നിരന്തരം എഴുതിക്കൊണ്ടേയിരിക്കുകയും വായിച്ചുകൊണ്ടേയിരിക്കും. ഏറ്റവും പുതിയ പുസ്തകങ്ങൾ ഒരു പക്ഷേ ഞങ്ങളെപ്പോലുള്ളവർ അറിയാറുള്ളത് ജയപ്രകാശ് പാനോയെ വളരെ കണ്ടുമുട്ടുന്ന ഇടപെടലുകളിൽ വെച്ചിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ പുസ്തകം വായിച്ചതെന്ന് ചോദിക്കുമ്പോഴാണ് ചിലപ്പോൾ അങ്ങനെ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് എന്ന് ഞങ്ങളെപ്പോലുള്ള പലരും അറിയുന്നത് തന്നെ. അപ്പോൾ അങ്ങനെയുള്ളൊരു വായനക്കാരൻ, അങ്ങനെ ഒരു എഴുത്തുകാരൻ, അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരം എന്ന നിലയിലാണ് ക്രൈം ഫിക്ഷൻ മത്സരത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് ഉള്ള അവസ്ഥ ഞങ്ങൾ കാണുന്നത്. ആ സന്തോഷകരമായ അനുഭവം പങ്കുവെക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ ഒരു പ്രകാശന ചടങ്ങ് എന്നതിനേക്കാൾ ഏറ്റവും സന്തോഷകരമായിട്ടുള്ളത്. പാനൂരിലെ സാഹിത്യ സാംസ്കാരിക രംഗം ഏറെ സമ്പന്നമാണ്. നമ്മുടെ ഭൂതകാലം ഒട്ടേറെ എഴുത്തുകാർ, സാംസ്കാരിക പ്രവർത്തകർ പാനൂരിൻ്റെ യശസ് പുറംനാടുകളിൽ എത്തിച്ചിട്ടുണ്ട്. എല്ലാവരും ഇന്ന് നമ്മോടൊപ്പം ഇല്ല. നിങ്ങളുടെയൊക്കെ ഓർമ്മകളിൽ അവരുടെ ചിത്രം തെളിഞ്ഞു വരുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. എല്ലാവരുടെയും ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ പ്രണാമം അർപ്പിക്കുകയാണ്.
പാനൂരിൻ്റെ സാംസ്കാരിക വർത്തമാനകാല അവസ്ഥ ഒട്ടേറെ എഴുത്തുകാർ അവരുടെ മികച്ച സർഗാത്മക സൃഷ്ടികൾ അനുദിനം പുറത്തു കൊണ്ടുവരുന്ന ഒരു കാലമാണിത്. അത്തരം പുസ്തകങ്ങൾ സ്വീകരിക്കാനും അതിനു പറ്റിയ വായനാ സമൂഹവും ഇവിടെ നിലനിൽക്കുന്നു എന്നത് ആഹ്ലാദകരമായ അനുഭവങ്ങളാണ്. ശ്രീ ജയപ്രകാശ് പാനൂർ ഒരു നവാഗതനായ എഴുത്തുകാരൻ എന്ന് പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ഇതിനകം തന്നെ 3 നോവലുകൾ അദ്ദേഹത്തിൻ്റെതായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പുസ്തകം തട്ടിക്കൂട്ടി വളരെ പെട്ടെന്ന് അത് പ്രകാശനം ചെയ്ത് പത്രമാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചു വെക്കുന്ന ഒരു എഴുത്തുകാരനായി അല്ല ജയപ്രകാശ് പാനൂർ. ഒരുപക്ഷെ സമ്പൂർണമായ വായനയിൽ വ്യത്യസ്തങ്ങളായ അന്വേഷണ പദങ്ങളിൽ നിരന്തരം സഞ്ചരിച്ചുകൊണ്ട് ഒരു പുസ്തകം എഴുതുന്നതിന് വേണ്ടിയുള്ള ഊർജം സംഭരിക്കുന്ന ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഇതിനു മുമ്പ് വന്ന 2 നോവലുകൾ മംഗളം വാരികയിലാണ് പ്രസിദ്ധീകരിച്ചത്. ഒന്ന് കടത്തനാട് എന്ന പേരിൽ, മറ്റൊന്ന് ചാവേർ എന്ന പേരിൽ കണ്ടശ പ്രസിദ്ധീകരിക്കുകയായിരുന്നു. 2019 ഏറ്റവും പ്രമുഖം എന്ന് പറയാവുന്ന ഒരു നോവൽ പുറത്തു വന്നത് യുയുത്സു എന്ന പേരിൽ. മഹാഭാരതം എഴുത്തുകാർക്കൊക്കെ അക്ഷയക്കൈയാണ് എന്ന് നാം വിശേഷിപ്പിക്കാറുണ്ട്. മഹാഭാരതത്തിലെ തമസ്കരിക്കപ്പെട്ട അല്ലെങ്കിൽ തിരസ്കരിക്കപ്പെട്ട ഒരു കഥാപാത്രത്തെ വൈശ്യപുത്രൻ എന്ന് അവിടെ വിളിച്ച് ആക്ഷേപിക്കപ്പെട്ട ഒരു കഥാപാത്രത്തെ തൻ്റേതായ കാഴ്ചപ്പാടിൽ അതിനു വേണ്ട ഏറ്റവും മികവുകൾ നൽകിക്കൊണ്ട് യുയുത്സു എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകം കോട്ടയത്തെ ഡോൺ ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചത്. വേണ്ടത്ര ആളുകളുടെ കൈകളിൽ അത് എത്തിച്ചേർന്നിട്ടില്ല. പക്ഷേ എഴുത്തുകാരനെ അംഗീകരിക്കാൻ നമ്മുടെ സഹൃദയ ലോകം, സാഹിത്യ ലോകം സന്നദ്ധമായിരിക്കുന്നു എന്നുള്ളതാണ് DC ബുക്സിൻ്റെ ഈ ക്രൈം ഫിക്ഷൻ മത്സരത്തിൽ 200ഓളം നോവലുകളിൽ നിന്ന് തൻ്റേതടക്കമുള്ള 4 നോവലുകളെ ചുരുക്കപ്പട്ടികയിൽ എടുത്തുകൊണ്ട് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള അംഗീകാരം. അത് പാനൂരിലെ വായനയെ ഇഷ്ടപ്പെടുന്ന, പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്ന നമുക്ക് കൂടിയുള്ള അംഗീകാരമാണ് എന്ന് ഞാൻ കരുതുകയാണ്. നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്ന കിഷ്കിന്ധയുടെ മൗനം എന്ന പുസ്തകത്തിന് വേണ്ടി അതേ തരത്തിലുള്ള പഠനങ്ങൾ ചെയ്തല്ല, അത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടും. പുരാണങ്ങൾ, നമ്മുടെ മിത്തുകളും ഐതിഹ്യങ്ങളും, നിഗൂഢങ്ങളായ രഹസ്യങ്ങൾ, ചരിത്രങ്ങൾ, അവയൊക്കെ നിരന്തരം പഠിച്ചുകൊണ്ട് അദ്ദേഹം ഈ നോവലിലേക്ക് ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ്. വളരെ മനോഹരമായൊരു സന്നിവേശം, ഒരു ക്രൈം നോവൽ രൂപപ്പെടുന്നത് എങ്ങനെയാണെന്ന് നമ്മുടെ പുരാണങ്ങളിൽ നിന്ന് ഉൾപ്പെട്ടിട്ടുള്ള ഒട്ടേറെ നിഗൂഢ രഹസ്യങ്ങളിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം വരച്ചു കാണിക്കുകയാണ്. ആ നോവൽ ഒരുപക്ഷെ നമ്മുടെ ഇനിയുള്ള ഒട്ടേറെ പുസ്തകങ്ങൾ എഴുതുന്നതിനുള്ള ഒരു പ്രചോദനവും ഒരു ശക്തിയുമാണ് ജയപ്രകാശിനെ പകർന്നു നൽകുന്നത്. അദ്ദേഹം അതിനൊരു വാചകം ഉപയോഗിക്കുന്നുണ്ട്. ആ വാചകം, ആമുഖത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാചകം, യാഥാർത്ഥ്യം സങ്കല്പത്തെക്കാൾ വിചിത്രമാണെന്നാണ്. യാഥാർത്ഥ്യം എന്ന് നാം തിരിച്ചറിയുന്നതൊക്കെ നമ്മുടെ സങ്കല്പങ്ങളെക്കാൾ വിചിത്രമാണ് എന്നൊരു വലിയൊരു ആശയമാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നാം കാണുന്ന യാഥാർത്ഥ്യം എന്താണ്, നാം കാണുന്ന സങ്കല്പം എന്താണ്, നമ്മുടെ ഭാവനകൾ എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അതുപോലെ പുരാണങ്ങളും ഐതിഹ്യങ്ങളും മിത്തുകളും ഒക്കെ വിശ്വാസികളുടെ അടുത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ തന്നെ ഉപയോഗിക്കുന്ന ഒരാശയമുണ്ട്. വിശ്വാസികൾ ആരാണ്? ആരാണ് യഥാർത്ഥ വിശ്വാസികൾ? ആരാണ് അവിശ്വാസികൾ? എപ്പോഴാണ് യഥാർത്ഥ സത്യത്തെ സാക്ഷാത്കരിക്കാൻ ഒരു വിശ്വാസിക്കോ അവിശ്വാസിക്കോ കഴിയുന്നു എന്ന ചോദ്യത്തിന് കഥാപാത്രങ്ങൾ തന്നെയുള്ള സംഭാഷണത്തിൽ
ഓഷോവിൻ്റെ ഒരു വാചകമാണ് പറയുന്നത്. ഒരു വിശ്വാസിയെക്കാളും അവിശ്വാസിക്കാണ് സത്യത്തിൻ്റെ യഥാർത്ഥ വസ്തുത തിരിച്ചറിയാൻ കഴിയുന്നതെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ ആധുനിക ലോകത്തിൻ്റെ, നമ്മുടെ ശാസ്ത്രീയ നിരീക്ഷണങ്ങളുടെ, യുക്തിബോധത്തിൻ്റെ ഒക്കെ മനസ്സിലൂടെ രൂപപ്പെടുത്താൻ കഴിയുന്ന രചനകളുടെ സ്വാധീനം അദ്ദേഹത്തിൻ്റെ കൃതിക്ക് ഉണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം പുസ്തകത്തെക്കുറിച്ച് ഇവിടെ സംസാരിക്കേണ്ടവർ ആണ് ഇനി തുടർന്ന് സംസാരിക്കാനുള്ളത്. ഏറെ സമ്പന്നമാണ് നമ്മുടെ ഈ വേദി എന്ന് ഞാൻ കരുതുന്നു. മലയാള സാഹിത്യത്തിൽ സമകാലിക അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ അർഹിക്കുന്ന ഒരു മേഖലയാണ്, വിഭാഗമാണ് ഫിക്ഷനുകൾ, കഥകളും നോവലുകളും. മലയാളത്തിൽ ഏറ്റവും ഒരു നോവലിൻ്റെ വസന്തകാലം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. പുസ്തകം പ്രകാശനം ചെയ്യുന്ന ശ്രീ രാജേന്ദ്രൻ എടത്തുങ്കര 2017 എഴുതിയ ഞാനും ബുദ്ധനും എന്നൊരു നോവലുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ ഒട്ടേറെ വേദികളിൽ ആ പുസ്തകം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നോവലിസ്റ്റ് അറിയുമോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരുപക്ഷെ ശ്രീബുദ്ധനെ കുറിച്ച് നമ്മുടെയൊക്കെ പാഠഭാഗങ്ങളിൽ, നമ്മുടെയൊക്കെ ചരിത്രഭാഗങ്ങളിൽ നാം പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ശൈലിയിലൂടെ, രീതിയിലൂടെ അവതരിപ്പിക്കപ്പെട്ടത് മലയാള സാഹിത്യ ലോകം ഏറെ ആഹ്ലാദപൂർവ്വമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആ രാജേന്ദ്രൻ എടത്തുങ്കര എന്നിവരുടെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഒപ്പം തന്നെ സ്വാഗതം ആശംസിച്ച ഡോക്ടർ ടി കെ അനിൽകുമാർ, അദ്ദേഹത്തിൻ്റെ 3 നോവലുകളാണ് DC ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ജയപ്രകാശ് പാണ്ഡവൻ. ഈ 3 പേരും മലയാള സാഹിത്യത്തിലെ സമകാലിക നോവൽ സാഹിത്യത്തിൽ വലിയ അത്ഭുതങ്ങളെയും സൃഷ്ടിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ചടങ്ങ് കിഷ്കിന്ധയുടെ മൗനം എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ശ്രീ രാജേന്ദ്രൻ എടത്തുങ്കരെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ പുസ്തകം സ്വീകരിക്കുന്നതിന് വേണ്ടി ബേബി മംഗളയെയും ക്ഷണിക്കുന്നു. ഇപ്പോഴും നമ്മുടെ അവസാനപ്പക നോവലുകളുടെ ആഖ്യാനത്തിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അത്തരത്തിൽ മാറ്റം വന്ന ഒരു കൃതിയാണ് കിഷ്കിന്ധയുടെ മൗനം എന്നത് വേറെ കിടക്കുന്നതിനെ കുറിച്ച് പിന്നെ പറയും. പൊതുവെ ഒറ്റ വരികൾ, പരമാവധി 2-3 വരികളിൽ കൂടുതൽ ഒരു ഖണ്ഡികയിൽ ഉണ്ടാവില്ല. പഴയ മനോരമയിലും മംഗളത്തിലൊക്കെ വന്ന തോമസ് ടി അമ്പാട്ടിൻ്റെയും ബാറ്റൺ ബോസിൻ്റെയും ഒക്കെ ഡിറ്റക്റ്റീവ് നോവലുകൾ വായിച്ചവർക്കറിയാം. നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും. എല്ലാ വായനക്കാരും വായനക്കാരായി തുടങ്ങുന്നത് ഡിറ്റക്റ്റീവ് നോവലിൽ നിന്നാണ് എന്നും എല്ലാ എഴുത്തുകാരും എഴുത്തുകാരായി തുടങ്ങുന്നത് ഡിറ്റക്റ്റീവ് നോവലിൻ്റെ ഒരു വരിയെങ്കിലും എഴുതിയിട്ടാണ് എന്ന് പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ട്. കാരണം ഡിറ്റക്റ്റീവ് നോവൽ എഴുതുക എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ കഴിയുന്ന ഒന്നല്ല. ഒന്ന്, മറച്ചു വയ്ക്കാൻ അതിനകത്തൊരു ഇടമുണ്ട്. മറച്ചു വയ്ക്കുക എന്നുള്ള വലിയ അത്ഭുതമാണ്. എന്നും തുറന്നുവിടാൻ എളുപ്പം കഴിയും, പക്ഷെ വല്ലതും മറച്ചു വെക്കണം. ഈ മറച്ചു വെക്കുന്ന ഒരിടത്തേക്കാണ് ആളുകളുടെ നോട്ടം ചെല്ലുക എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വല്ലതും മറച്ചു വയ്ക്കണം എന്നുണ്ടെങ്കിൽ അപാരമായ കയ്യടക്കമുള്ള ഒരാൾക്ക് മാത്രമേ കഴിയൂ. ജീവിതത്തിലും അങ്ങനെയാണ്. നമ്മൾ ചിലതൊക്കെ കളവ് പറഞ്ഞാൽ പെട്ടെന്ന് പിടിക്കപ്പെടുന്നത് അതുകൊണ്ടാണ്. കളവ് പറയാൻ പോലും അറിയാത്ത ആളുകളുണ്ട്. അവർ കളവ് പറഞ്ഞാൽ അപ്പം മനസ്സിലാവും അത് കളവാണ്. അവർ അഭിനയിക്കുമ്പോൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കും. പറയും അഭിനയിക്കുന്നതായി നടിക്കുന്നു. അതുപോലെ അഭിനയിക്കുമ്പോൾ വളരെ പെട്ടെന്ന് മനസ്സിലാകും. കാരണം ഒന്നും ഒളിച്ചു വെക്കാൻ കൂടി അറിഞ്ഞുകൂടാത്ത ആളുകളുണ്ട്. സാഹിത്യത്തിൽ പൊതുവെ വല്ലതൊക്കെ ഒളിച്ചു വെക്കാൻ ഉണ്ടാവും. കാരണം എല്ലാം തുറന്നു പറയുന്ന വിശാലതയുടെ ഒരു ലോകമല്ല സാഹിത്യത്തിൻ്റെ ലോകം. വാക്കുകൾക്കുള്ളിൽ, വൈദികൾക്കുള്ളിൽ, കഥാപാത്രങ്ങൾക്കുള്ളിൽ, സന്ദർഭങ്ങൾക്കുള്ളിൽ ഒക്കെ ചിലതൊക്കെ ഒളിച്ചു വെക്കുകയും ആ ഒളിച്ചു വെക്കുന്നതിൻ്റെ പലിശ വാങ്ങി ആ സമ്പാദ്യത്തിൽ നിന്ന് നോവൽ അല്ലെങ്കിൽ ഫിക്ഷൻ ഒരു വലിയ മൂല്യമുള്ള വസ്തുവാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് പൊതുവെ ലിറ്ററേച്ചറിൻ്റെ സാഹിത്യത്തിൻ്റെ
ഒരു ഇടപാട് എന്ന് പറയും. 1 രൂപ മാറിയാൽ സാഹിത്യത്തിൽ 10 പൈസയാണ് വാക്കിൻ്റെ ഒളിച്ചുവെപ്പ് കൊണ്ട് കിട്ടുന്നതെങ്കിൽ 1 രൂപ മാറിയാൽ 100 പൈസ തികച്ച് കിട്ടേണ്ട വാക്കിൻ്റെ ഒളിച്ചുവെക്കലിന്, സന്ദർഭത്തിൻ്റെ ഒളിച്ചുവെക്കലിന്, കഥാപാത്രത്തിൻ്റെ ഒളിച്ചുവെക്കലിന് 1 രൂപ മാറിയാൽ 100 പൈസ തികച്ചും കിട്ടേണ്ട സാഹിത്യ ശാഖയാണ് കുറ്റാന്വേഷണ നോവലുകൾ അഥവാ ക്രൈം ഫിക്ഷനുകൾ എന്ന് പറയും. അതുകൊണ്ട് അത് എഴുതുന്നത് എളുപ്പമല്ല. കൈയടക്കമില്ലാത്ത ഒരാൾ ഡിറ്റക്റ്റീവ് നോവൽ എഴുതിയാൽ അത് ഹാസ്യ നോവലായി തീരും. അങ്ങനെ ഹാസ്യ നോവലുകളായി തീർന്ന എത്രയോ നോവലുകളുണ്ട്, എത്രയോ സിനിമകളുണ്ട്. മലയാളത്തിലെ പ്രശസ്തനായ ഒരു സംവിധായകൻ പ്രിയദർശൻ മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഗീതാഞ്ജലി എന്നുള്ള പേരിലൊരു കുറ്റാന്വേഷണ സിനിമ എടുത്തപ്പോൾ അത് പൊളിഞ്ഞു പോയത് അതിൻ്റെ ആദ്യ റിവ്യൂവിൽ തന്നെ പ്രതി ആരാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി. ആ സിനിമ അധികം ഓടി, യൂട്യൂബിൽ ആ സിനിമ കിട്ടുമെങ്കിൽ നിങ്ങളത് കണ്ടു. ആദ്യ റിവ്യൂവിൽ തന്നെ നമുക്ക് മനസ്സിലായി ആരാണ്. കാരണം ആരെയാണോ പ്രിയദർശനെ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ നോട്ടം അങ്ങോട്ട് തന്നെ പോയി, ആ ഒളിപ്പിക്കാൻ നോക്കിയ ആളുടെ അരികിലേക്ക് പോയി. അപ്പോൾ ഇത് കുറ്റാന്വേഷണ നോവൽ എന്ന് പറയുന്നത് സാഹിത്യത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു എഴുത്താണ്. അതിന് 3-4 അടിസ്ഥാന ഘടകങ്ങൾ വേണം. സാധാരണഗതിയിൽ സാഹിത്യം എഴുതാൻ വാക്കിനെക്കുറിച്ചും ഭാഷയെക്കുറിച്ചുമുള്ള ജ്ഞാനം ആവശ്യമാണെങ്കിൽ കുറ്റാന്വേഷണ നോവൽ എഴുതാൻ കുറ്റകൃത്യങ്ങളെയും കുറ്റകൃത്യങ്ങളുടെ മനഃശാസ്ത്രത്തെയും കുറിച്ചുള്ള അടിസ്ഥാന ധാരണ ആവശ്യമാണ്, അത്യാവശ്യവുമാണ്. ആ മേഖലയിൽ ജയപ്രകാശ് പാനൂരിൻ്റെ ഗവേഷണാത്മകമായ ഇറങ്ങിത്തിരിക്കൽ അത്ഭുതപ്പെടുത്തുന്നു. കുറ്റാന്വേഷണത്തിൻ്റെ ചരിത്രം മാത്രമല്ല, കുറ്റാന്വേഷണ സംബന്ധിയായ നിയമങ്ങളുടെയും ചരിത്ര വസ്തുതകളുടെയും സമാഹാരം മാത്രമല്ല, സമകാലികതയിൽ നിന്ന് പിറകിലേക്ക് പോകും തോറും ഇരുട്ടുമൂടി കിടക്കുന്ന ഒരു സാമൂഹിക സാമുദായിക പശ്ചാത്തലത്തിൽ ഇരുട്ടുമൂടി കിടക്കുന്ന നിഗൂഢം എന്ന് വിളിക്കാം, മിസ്റ്ററി എന്ന് വിളിക്കാം. ഇരുട്ടുമൂടി കിടക്കുന്ന ഒരു പൂർവ്വകാലത്തെ അങ്ങേയറ്റം പ്രകാശമാനമായി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ നോവലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മലയാളത്തിൽ ആ മറ്റുള്ള അന്വേഷണങ്ങൾ വളരെ കുറവ്. ഇല്യൂമിനാലിറ്റി എന്നുള്ള വാക്കൊക്കെ നമ്മൾ നിത്യജീവിതത്തിൻ്റെ ചർച്ചയിലേക്ക് വന്നിട്ട് പോലും വളരെ ചുരുങ്ങിയ കാലം ആകുന്നേ ഉള്ളൂ. ഈ ഇല്യൂമിനാലിറ്റിയുടെ നിഗൂഢതയുടെ ഒന്ന് ചെവിയോർത്താൽ അവനവൻ്റെ അല്ലെങ്കിൽ അവളവളുടെ നെഞ്ചിടിപ്പ് 10 മടങ്ങായി പ്രതിധ്വനിക്കുന്നത് തൊട്ടു മുന്നിൽ നിന്നല്ല, എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് പിറകിലുള്ള ഏതോ ഒരിടത്ത് നിന്നാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധം അത്രയും സഹസ്രാബ്ദങ്ങൾക്ക് പിറകിലുള്ള ഒരു നിമിഷത്തെ, സന്ദർഭത്തെ, ഇടത്തെ, ബോധത്തെ വായിക്കുന്ന ആളുടെ അതേ സന്ദർഭത്തിലേക്ക്, ഇടത്തിലേക്ക്, ബോധത്തിലേക്ക് സന്നിവേശിപ്പിക്കുക എന്ന് പറയുന്നത് ദൈവമേ അത്ര എളുപ്പമാണ്. കുറ്റം പറയാൻ പെട്ടെന്ന് ഏത് കൃതിയെയും വിമർശിക്കാനും കുറ്റം പറയാനും എളുപ്പം കഴിയും. പക്ഷേ ഭാരത് പോലുള്ള ഒരു വിശാലമായ ദേശത്തിലെ അതിനിഗൂഢമായ പൂർവ സംസ്കൃതിയുടെ അങ്ങേയറ്റം ഒളിച്ചു വെച്ചതായി വിചാരിക്കപ്പെടുന്ന, എന്നാൽ അന്ധവിശ്വാസത്തിലേക്കോ അന്ധവിശ്വാസത്തിൻ്റെ ആവർത്തിച്ചുള്ള ഉറപ്പിക്കലിലേക്കോ വഴുതി വീഴേക്കാവുന്ന, അതുകൊണ്ട് തന്നെ യുക്തിരഹിതമായി തോന്നിയേക്കാവുന്ന ഒരു വസ്തുതയെ യുക്തിപരമായി വിശകലനം ചെയ്യുക, എഴുതുക എന്നുള്ളത് അത്ര എളുപ്പമേ അല്ല. അതൊരു നൂൽപ്പാലത്തിലൂടെയുള്ള നടത്തമാണ്. വീണാൽ ആള് പിന്നെ ബാക്കിയുണ്ടാവില്ല. തെരുവ് സർക്കസ് പോലെയാണ്. യാതൊരു മുൻകരുതലുമില്ല, യാതൊരു സുരക്ഷ. ഈ നോവലിൽ പ്രത്യേകിച്ച് ആറ്റങ്ങളുടെ നൃത്തവും നടരാജ വിഗ്രഹത്തിൻ്റെ ചൈതന്യവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചില ഇടങ്ങൾ, ഹംപിയുടെ ചരിത്രം തേടി പോയിട്ട് നിഗൂഢമായ നിധിയിലേക്ക് എത്തിച്ചേരുന്ന അതിൻ്റെ ചില നാഗബന്ധനങ്ങളെ കുറിച്ച് പറയുന്ന ഇടങ്ങൾ, ലോകത്തിലെ പലയിടങ്ങളിലെ ആദി കൊലയാളി സംഘങ്ങളുടെ മനഃശാസ്ത്രത്തെക്കുറിച്ച് പറയുന്ന ഇടങ്ങൾ, നിഗൂഢവൽക്കരിക്കപ്പെട്ട നിമിഷങ്ങൾ, പഴയ ഒരുപക്ഷെ യുഗാന്തരങ്ങൾ എന്ന് വിളിക്കാവുന്ന അത്രയും ദൂരത്ത് നിന്ന് ഏറ്റവും പുതിയ സമകാലികതയുടെ മിടിപ്പിലേക്ക് വന്നു ചേരുന്നതിൻ്റെ കഥ പറയുന്ന ഗവേഷണാത്മകവും ചരിത്രാത്മകവുമായ ചില കണ്ടെത്തലുകൾ, ഇതൊക്കെ ഈ നോവലിനെ കേവലമായ ഒരു ക്രൈം ഫിക്ഷൻ്റെ ലെവലിൽ നിന്ന് ഉയർത്തിയിരിക്കുന്നു. ഇതിനർത്ഥം ക്രൈം ഫിക്ഷൻ ഉയർന്നതല്ല എന്നല്ല. ക്രൈം ഫിക്ഷൻ സാധാരണഗതിയിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതില്ല.
ക്രൈം ഫിക്ഷൻ എപ്പോഴും ചർച്ച ചെയ്യുന്നത് അമർത്തി വെച്ച, ദമനം ചെയ്ത, ഒളിച്ചു വെച്ച ഒരിടത്തെക്കുറിച്ചാണ്. ആഴത്തിൽ കുഴിച്ചിട്ട ഒരു വിത്ത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം മഴ പെയ്ത് മുളപ്പിക്കുന്നത് പോലെയാണ് ക്രൈം ഫിക്ഷനകത്തെ മർഡർ, കൊലപാതകമോ കുറ്റകൃത്യമോ സംഭവിക്കുന്നത്. അത് ഏത് അധ്യായത്തിൽ സംഭവിച്ചു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, അത് ആര് ചെയ്തു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ആവശ്യത്തിന് വെള്ളം കൊടുത്ത്, ആവശ്യത്തിന് മഴ പെയ്ച്ചുകൊണ്ട് കഥാകാരൻ എങ്ങനെയാണോ തനിക്ക് അതിൽ നിന്ന് ഫലം ഉണ്ടാകേണ്ടത് ഇന്ന സന്ദർഭത്തിലാണ് എന്ന് വിചാരിക്കുന്നത്, ആ സന്ദർഭത്തിൽ സ്വാഭാവികമായും അത് അതിൻ്റെ എല്ലാ ഉദ്വേഗത്തെയും അവസാനിപ്പിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടും. അതുകൊണ്ട് ക്രൈം ഫിക്ഷൻ ഏറ്റവും വലിയ ഗുണം ഉദ്വേഗത്തെ അനുനിമിഷം ഉണ്ടാക്കുക എന്നതാണ്. പ്രൊഫസർ ജയശങ്കറിൻ്റെ മരണം അത് അന്വേഷിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വളർത്തുപുത്രൻ്റെ യാത്ര, അദ്ദേഹം പരിചയപ്പെടുന്ന ആളുകളിൽ നിന്ന് ഓരോ നൂലായി, ഇഴയായി വളർന്ന് അത് പിന്നീട് ആഖ്യാനത്തിൻ്റെ തിരുവസ്ത്രമായി തീരുന്ന, വിശാലമായ തിരുവസ്ത്രമായി തീരുന്ന ആഖ്യാന പാഠവും, ഒരു കുറ്റകൃത്യത്തിൻ്റെ ഒരു യാത്രയെ ഒളിപ്പിക്കേണ്ടത് ഒളിപ്പിച്ചും, അല്പമാത്രം വെളിച്ചം വീശേണ്ടടുത്ത് അല്പമാത്രം വെളിച്ചം വീശിയും, ലൈറ്റ് ആൻഡ് ഷെയ്ഡ് എന്ന് പറയുന്നത് നിഴലും വെളിച്ചവും ചേർന്ന് പൂർത്തിയാക്കുന്ന, ഒരിടത്ത് ഉപേക്ഷിച്ചു പോയ കഥാപാത്രത്തിനെ മറ്റൊരിടത്ത് നിന്ന് വീണ്ടെടുക്കുന്ന, ഒരു കഥാപാത്രം പറഞ്ഞ് അവശേഷിപ്പിച്ചെടുത്തു നിന്ന് മറ്റൊരാൾ അത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന, പൂർവകാലത്തെയും ഭാവി കാലത്തെയും വർത്തമാനകാലത്തെയും ഒരുമിച്ച് കോർത്തു കൊണ്ടുപോകുന്ന അപൂർവമായ ഒരു രചനാവിശേഷം ഉള്ളതിനാൽ ഇത് മലയാളത്തിൽ പൊതുവെ ക്രൈം ഫിക്ഷൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന കേവലമായ കുറ്റാന്വേഷണ കഥകളിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് ലോകത്തിൻ്റെ സാഹിത്യത്തിൻ്റെ ഗുണം അത് തന്നെയാണ്. മിക്കവാറും തീപ്പെട്ടിക്കൂടുകൾക്കുള്ളിൽ അടച്ചിട്ട ഇന്ന ഗുണനിലവാരമുള്ള കൃതികൾ ഇന്ന ജനുസിൽപ്പെട്ട എന്ന വാദത്തെ ഇന്ന് സാഹിത്യം അംഗീകരിക്കുന്നില്ല. മലയാളത്തിൽ പ്രത്യേകിച്ചു, മലയാളത്തിലെ ക്രൈം ഫിക്ഷനുകൾ പ്രത്യേകിച്ചു പലേരി മണിക്ക് ഒക്കെ വായിച്ചവർക്കറിയാം. അത് മുഖ്യധാര അങ്ങനെ ഒന്നുണ്ടെങ്കിൽ മുഖ്യധാരാ നോവലിൻ്റെ എല്ലാ സവിശേഷതയും ആവിഷ്കരിക്കുകയും എന്നാൽ മുഖ്യധാരാ നോവൽ പരാജയപ്പെടുന്ന ഒരിടത്ത് വിജയം സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒന്നായി, മുഖ്യധാരാ നോവലിനെ കൂടി മറികടക്കുന്ന ഒന്നായി മലയാളത്തിലെ ക്രൈം ഫിക്ഷനുകൾ മാറിയിട്ടുണ്ട്. അങ്ങനെ മാറിയതിൻ്റെ അപൂർവ സുന്ദരമായ ഒരു അടയാളം ഈ പുസ്തകത്തിനകത്ത് ഉണ്ട്. ഈ പുസ്തകത്തിനൊരിടത്ത് എഴുത്തുകാരൻ പറയുന്നത് ഈ വലിയ കഥകളെല്ലാം ചെറിയ കഥകൾ ഗർഭം ധരിച്ചിരിക്കും. എനിക്ക് ഈ പുസ്തകത്തിൽ ഏറ്റവും സവിശേഷമായി തോന്നിയൊരു വരിയും അതാണ്, സവിശേഷമായി തോന്നിയൊരു സമീപനവും അതാണ്. എപ്പോഴാണോ നമുക്കൊരു വലിയ കഥ പറയാനുള്ളത്, എപ്പോഴാണോ നിങ്ങൾ വലിയ ഒരാളായി തീരുന്നത്, എപ്പോഴാണോ നിങ്ങളൊരു വലിയ സന്ദർഭത്തിന് മുന്നിൽ നിൽക്കുന്നത്, അതിന് പിറകിൽ 100 കണക്കിന് ചെറിയ സന്ദർഭങ്ങൾ, 100 കണക്കിന് ചെറിയ കഥകൾ, 100 കണക്കിന് ചെറിയ കഥാപാത്രങ്ങൾ അണിനിരന്നിരിക്കും. അതിനൊരു ടെക്സ്ചർ എന്ന് വിളിക്കാം. കൂടുമ്പാവും അല്ലെങ്കിൽ നൂലിൻ്റെ ഇഴ ചേർന്ന് ഒരു വസ്ത്രമായി തീരുന്നത് പോലെ ചെറിയ കഥകളുടെ ഏകകത്തിൽ നിന്ന് അതിനെ പലയിടങ്ങളിലായി വിന്യസിപ്പിച്ചുകൊണ്ട് വലിയ ഒരു കഥ പറയുകയും കോഴിക്കോട് കടപ്പുറത്ത് നിന്നുള്ള ഒരു യാത്രയെ, കോഴിക്കോട് കടപ്പുറത്ത് നിന്നുള്ള സമകാലികമായ ഒരു യാത്രയെ, നാം ജീവിക്കുന്ന കാലയളവിലുള്ള ഒരു യാത്രയെ ഹംപിയുടെയും നിഗൂഢതയിലെ നമുക്ക് കാലാവധി പോലും സങ്കല്പിക്കാനാവാത്ത അത്ര കാലപരമായി വിശാലമായ ഒരിടത്ത് കൊണ്ടുപോയി വെക്കുകയും അവിടെ നിന്ന് തിരിച്ച് വീണ്ടും യാത്ര ചെയ്ത് സമകാലത്തിലെത്തി അവസാനിക്കുകയും ചെയ്യുന്ന, അത് ഞാൻ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ബോധത്തിൻ്റെ ഒരു തിരിച്ചുപോക്ക്, ബോധത്തിൻ്റെ വീണ്ടും വരവ്, കാലത്തിൻ്റെ ഒരു തിരിച്ചുപോക്ക്, കാലത്തിൻ്റെ വീണ്ടും വരവ്, ഇടത്തിൻ്റെ തിരിച്ചുപോക്ക്, ഇടത്തിൻ്റെ വീണ്ടും വരവ്. ഒരർത്ഥത്തിൽ ഇത് ആഖ്യാനത്തിൻ്റെ വലിയ പരീക്ഷണം. നോവൽ വായിക്കുന്നവർ, ഫിക്ഷൻ വായിക്കുന്നവർക്കറിയാം, ഇത് വലിയ പരീക്ഷണം തന്നെയാണ്. ഈ പരീക്ഷണത്തെ അർഹിക്കുന്ന ഗൗരവത്തിൽ തന്നെ മലയാളത്തിലെ വായനാ സമൂഹം കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. കിഷ്കിന്ധയുടെ മൗനം പ്രകാശഭരിതമായ, ശബ്ദായമാനമായ, കേവല മൗനം അല്ലാത്ത, വാക്കിന് എത്തിച്ചേരാൻ കഴിയുന്ന ദൂരങ്ങളെ മുഴുവൻ ആവിഷ്കരിക്കാൻ കഴിയുന്ന മലയാളിക്ക് പ്രിയപ്പെട്ട നോവലായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ ആശംസയോടൊപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഈ നോവൽ ധാരാളം വിമർശനങ്ങൾ നേരിടട്ടെ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. വിമർശനം നേരിടുക എന്ന് പറഞ്ഞാൽ അതിന് ചീത്ത അർത്ഥമൊന്നുമില്ല. വിമർശനം നേരിടുമ്പോഴാണ് ഒരു കൃതി അതിൻ്റെ നട്ടല്, അതിൻ്റെ സ്വരൂപം വെളിപ്പെടുത്തുന്നത്. ആ മട്ടിൽ
എല്ലാ എഴുത്തുകാരും ആഗ്രഹിക്കുന്നത്, ഈ കൂട്ടത്തിൽ എഴുത്തുകാരും ഉണ്ടെങ്കിൽ അവർക്കറിയാം, വിമർശനം നേരിടുക എന്നുള്ളത് തന്നെയാണ്. 10,000 പേർ പ്രശംസിക്കുന്നതിനേക്കാളും 10 പേർ വിമർശിക്കുമ്പോഴാണ് ഒരു എഴുത്തുകാരൻ അയാളുടെ മേഖലയിൽ ലാഭം കൊയ്യുന്നത്. കാരണം പ്രശംസകളെല്ലാം താൽക്കാലികവും വിമർശനമെല്ലാം പിൽക്കാലത്തേക്ക് ഉള്ളതുമാണ്. ഞാൻ ഈ പുസ്തകത്തെ അടയാളപ്പെടുത്തുന്നത് മലയാളത്തിലെ ക്രൈം ഫിക്ഷൻ ഇതുവരെ നടന്നു വന്ന ദൂരത്തെ മുഴുവൻ 300-ലേറെ പേജുകളിൽ ഒതുക്കി വെച്ച ഒരു വലിയ കൃതി എന്നാണ് നിലയ്ക്കുന്നത്. ആ വലിപ്പം മഹത്വം എന്നുള്ള അർത്ഥത്തിലുമാണ്, പേജുകളുടെ എണ്ണം എന്ന അർത്ഥത്തിലുമാണ്, കഥാപാത്രങ്ങളുടെ എണ്ണം എന്ന അർത്ഥത്തിലുമാണ്. അതിലേറെ ഉദ്വേഗത്തെ പെരുക്കി പഞ്ചാരി മേളമാക്കി അവസാനിപ്പിക്കുന്ന ക്രൈം ഫിക്ഷനുകളുടെ പൂരക്കാഴ്ചയ്ക്ക് മലയാളത്തിന് കൊടുക്കാവുന്ന ഏറ്റവും മികച്ച കൃതികളിലൊന്ന് എന്ന നിലയ്ക്കുമാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് എല്ലാ ആശംസകളും നേരുന്നു. ഇവിടെ ഇരിക്കുന്നവരോട് എനിക്കൊരു അപേക്ഷയുണ്ട്. അവിടെ പുസ്തകം ഉണ്ട്, പുസ്തകം വാങ്ങണം. വായനക്കാരില്ലാത്ത മണ്ണിൽ ഒരു എഴുത്തുകാരനും മുളപൊട്ടുകയില്ല. ഒരിക്കൽ കൂടി എല്ലാവർക്കും, അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും നന്ദി. പേര് കിഷ്കിന്ധയുടെ മൗനം എന്നാണ്. ഈ പേരിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഈ പേര് തന്നെ വെളിപ്പെടുത്തുന്നത് ഈ പുസ്തകം ഏതൊരു മൗനത്തെ ഖേദിക്കുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സംഭാഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇത് കിഷ്കിന്ധയിൽ അല്ലെങ്കിൽ ഹംപിയിൽ ഒളിഞ്ഞു കിടക്കുന്ന ചില മൗന രഹസ്യങ്ങളെ അദ്ദേഹം തന്റെ ആത്മാവിന്റെ അന്വേഷണം ഖേദിക്കുന്നത്. പക്ഷേ ഏതൊരു എഴുത്തുകാരനും കിഷ്കിന്ധയുടെയും ഹംപിയുടെയും പുരാതനത്തിന്റെയും മൗനമല്ല ഖേദിക്കുന്നത്, അദ്ദേഹത്തിന്റെ മൗനം തന്നെയാണ് ഖേദിക്കുന്നത്. അദ്ദേഹത്തിന്റെ സംസ്കാരത്തിന്റെ മൗനമാണ് ഖേദിക്കുന്നത്. അദ്ദേഹം ജീവിക്കുന്ന നാടിന്റെ മൗനമാണ് ഖേദിക്കുന്നത്. അദ്ദേഹത്തിന്റെ ബാല്യകാലത്തിന്റെയും കൗമാരത്തിന്റെയും യൗവനത്തിന്റെയും മൗനം തന്നെയാണ് ഖേദിക്കുന്നത്. അത് ഹംപിയുടെയും കിഷ്കിന്ധയുടെയും തലയെ കെട്ടിവെക്കുന്നതിന് പറഞ്ഞു. ഏതൊരു സംസ്കാരവും ഭേദിക്കപ്പെടുമ്പോൾ, പ്രകാശിക്കപ്പെടുമ്പോഴാണ് ആ നാട് മഹത്വം ആർജിക്കുന്നത്. എനിക്കൊരു ഗുരുനാഥൻ ഉണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഏതൊരു നാടും മഹത്വം ആർജിക്കുന്നത് ചില ഒറ്റപ്പെട്ട വ്യക്തികളുടെ മഹാത്മ്യ നിമിത്തമാണ്. ചില ഒറ്റപ്പെട്ട എഴുത്തുകാരന്മാര്, കലാകാരന്മാര്, ആത്മീയ ഗുരുക്കന്മാര്, മനുഷ്യ സ്നേഹികള്, സാമൂഹ്യ പരിഷ്കർത്താക്കള്, ഇവരുടെ പ്രകാശനം വഴിയാണ് ഏതൊരു നാടും മഹത്വം ആർജിക്കുന്നത്. അതുകൊണ്ട് തന്നെ പായൂരിനും കണ്ണൂരിനും കേരളത്തിനും ഭാരതത്തിനും കൂടുതൽ മഹത്വം നേടുവാൻ തക്കവിധം അദ്ദേഹത്തിൻ്റെ ശക്തിയും സമയവും ബോധവും ബുദ്ധിയൊക്കെ കൂടുതൽ പ്രകാശിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാട്സപ്പിലെ സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടിരിക്കുന്ന ഒരു വാചകമുണ്ട്, ആത്മാവിൻ്റെ ആവിഷ്കാരമാണ് കല എന്ന്. അപ്പൊ അദ്ദേഹത്തിന്റെ സൃഷ്ടി വൈഭവത്തിന് അദ്ദേഹം കൊടുത്തൊരു ടൈറ്റിൽ ആണെന്ന് അദ്ദേഹം എനിക്ക് തോന്നിയത്. ആ വിഷയത്തെപ്പറ്റി അദ്ദേഹമായിട്ട് ചിലപ്പോൾ ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ആത്മാവിന്റെ ആവിഷ്കാരമാണ് കല എന്ന് അദ്ദേഹം ധരിച്ചിട്ടുണ്ടാകും. അദ്ദേഹത്തിന് ആ ബോധ്യത്തോടെയായിരിക്കും അദ്ദേഹം ചലിക്കുന്നത്. പൊതുവെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ആത്മാവിഷ്കാരമാണ് കല എന്നത്. ഞാൻ ആത്മീയ പഠനങ്ങളിൽ ഇഷ്ടമുള്ള താല്പര്യമുള്ള സമയം വിനിയോഗിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ആ ടൈറ്റിൽ എൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചത്. അതുകൊണ്ടാണ് ആ വിഷയമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത്. വിവിധങ്ങളായിട്ടുള്ള മതപാരമ്പര്യങ്ങൾ ആത്മാവിനെ കുറിച്ച് വിവിധങ്ങളായിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും വിവാദം കുറഞ്ഞ നിരീക്ഷണങ്ങളിൽ ഒന്ന് ആത്മാവ് രൂപം ഇല്ലാത്തതാണെന്നാണ്. ആത്മാവ് അരൂപിയാണെന്നാണ് വിവിധങ്ങളായിട്ടുള്ള ആത്മീയ പാരമ്പര്യങ്ങളിൽ ഏറ്റവും വിവാദം കുറഞ്ഞ നിരീക്ഷണങ്ങളിൽ ഒന്ന്. അപ്പൊ ഇദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് അനുസരിച്ച് ആത്മാവിനെ ആവിഷ്കരിക്കുന്നതാണ് കല എന്നാണ് അദ്ദേഹം അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. രൂപമില്ലാത്ത ഒന്നിനെ ആവിഷ്കരിക്കുക. ഒരുപക്ഷെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ വിദ്യാഭ്യാസ സ്ഥാപനമോ അനേകം വർഷങ്ങൾക്ക് മുമ്പ് ഈ ബിൽഡിങ്ങോ ഇവിടെ ഉണ്ടായിരുന്നിരിക്കില്ല. അത് ആന്തരികമായിട്ടുള്ള പ്രചോദനങ്ങളിൽ നിന്ന്, ആത്മാവിന്റെ പ്രചോദനങ്ങളിൽ നിന്ന് ചിലര് രൂപം കൊടുത്തതാണ്.
എന്ന് പറയുന്നത് പോലെ രൂപമില്ലാത്തവരെ രൂപം ധരിച്ച് രൂപം പ്രസവിക്കുന്ന സൃഷ്ടാക്കളാണ് കലാകാരന്മാർ. ഈ രൂപത്തിനും പ്രചോദനമാകുന്ന, പ്രേരണയാകുന്ന, ബീജമാകുന്ന ആ നാടിൻ്റെ സംസ്കാരം, ആ സുഹൃത്തിൻ്റെ സൗഹൃദങ്ങളും, ആ വീട്ടിലത്തെ അന്തരീക്ഷവും ആ നാടുകളിൽ നിന്ന് പ്രചോദനങ്ങളാണ്. അതുകൊണ്ടാണ് ചില ലേഖനങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്, തകഴിയിലെ ചെമ്മീനിലെ പ്രണയകഥ പാശ്ചാത്യർക്ക് ഇതുവരെയും മനസ്സിലാകുകയാണ്, അല്ലെങ്കിൽ ഒരിക്കലും മനസ്സിലാകുക എന്ന് പറയുന്നത് സംസ്കാരത്തിന് പശ്ചാത്തലമില്ലെങ്കിൽ, സംസ്കാരത്തിൻ്റെ സ്വാധീനമില്ലെങ്കിൽ വായിക്കപ്പെടുന്ന കഥകൾക്ക് മറ്റൊരു അർത്ഥമായിരിക്കും വായിക്കുന്നതിന് മനസ്സിലുണ്ടാകും. വിവിധങ്ങളായിട്ടുള്ള കലാരൂപങ്ങളെല്ലാം തന്നെ ആത്മാവിൻ്റെ ആവിഷ്കാരങ്ങളാണെന്ന് പറഞ്ഞാൽ എഴുത്തിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നുന്നത് നമ്മുടെ മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് യഥാർത്ഥ രൂപം കൊടുക്കുന്നതാണ് ഭൂരിഭാഗം കലാരൂപങ്ങൾ തന്നെ. ഇപ്പൊ സംഗീതമാണെങ്കിൽ പോലും നമ്മുടെ ശ്രവണേന്ദ്രിയങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു രൂപവും ഭാവവും നൽകിക്കൊണ്ട് ആസ്വാദനത്തെ എളുപ്പമാക്കണം. ഒരു ചിത്രമാണെങ്കിലും ചലച്ചിത്രമാണെങ്കിലും കൃത്യമായിട്ടുള്ള രൂപഘടനയുള്ളത് കൊണ്ട് ആസ്വാദനത്തെ പണി വളരെ കുറവാണ്. ഒരു ശില്പമാണെങ്കിലും കൃത്യമായിട്ടുള്ള രൂപഭംഗിയുള്ളത് കൊണ്ട് കാഴ്ചക്കാരൻ്റെ ആയാസം വളരെ കുറവായിരിക്കും. പക്ഷേ എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അക്ഷരമാലയിലല്ലാതെ മറ്റൊരു അക്ഷരം ഉപയോഗിക്കുന്നില്ല. ഡിക്ഷണറിയിൽ ഇല്ലാത്ത പദങ്ങൾ ഉപയോഗിക്കുന്ന എഴുത്തുകാരന്മാർ വളരെ 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 അപൂർവമാണ്. അപ്പോൾ ഈ അക്ഷരമാലയിലുള്ള അക്ഷരങ്ങൾ കൊണ്ട് തന്നെ, ഈ ഡിക്ഷണറിയിലുള്ള വാക്കുകൾ കൊണ്ട് തന്നെ അദ്ദേഹം എന്താണ് കൊത്തിവെക്കുന്നത്, ഇല്ലാത്തത് എന്താണ് അദ്ദേഹം സൃഷ്ടിക്കുന്നത്, രൂപം കൊടുക്കുന്നത്. ഈ വാക്കുകൾ അദ്ദേഹം വായനക്കാരുടെ ഹൃദയത്തിലാണ് ചിലത് രൂപം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് വായിക്കുന്ന ഒരാൾക്ക് ഈ അനുഭവത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് ഓരോ കഥാപാത്രവും ജനിക്കുന്നതും സൃഷ്ടിക്കുന്നതും വളരുന്നതും മരിക്കുന്നതും. അതുകൊണ്ടാണ് നോവൽ രൂപങ്ങൾക്ക് ചലച്ചിത്ര ഭാഷ കൊടുക്കുമ്പോൾ സംവിധായകരെ രൂപ സൃഷ്ടാക്കളൊക്കെ വൈഷമ്യം അനുഭവിക്കുന്നത്. എല്ലാവരുടെയും ശ്രദ്ധ ചായയിലേക്ക് പോയിക്കൊണ്ട് നന്ദിയും കൃതജ്ഞതയും ആശംസിച്ചുകൊണ്ട് നിർത്തിയാണ്. ബഹുമാന്യ അധ്യക്ഷൻ ശ്രീ പ്രകാശൻ, ഇപ്പോൾ ഇന്നത്തെ സ്ഥിതി ഈ നോവലിന് ശേഷം ന്യൂജൻ കോട്ടയം പുസ്തകമാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. നമുക്ക് പാനൂർ പുസ്തകമാണെന്ന് വിളിക്കാം. ഡിറ്റക്റ്റീവ് നോവലിൻ്റെ സ്റ്റൈലുകളൊക്കെ മാറിയിട്ടില്ല, പക്ഷേ പുതിയ സ്റ്റൈലിലേക്ക് വന്നിരിക്കും. തീർച്ചയായും പുതിയ സ്റ്റൈൽ. അത് ഇന്ന് പുതിയ അടുത്താണ്ട് പ്രസിദ്ധീകരിക്കപ്പെട്ട ഇത്തരം നോവലുകളുടെ കൂട്ടത്തിൽ എന്തുകൊണ്ടും വ്യത്യസ്തമാണ് ഈ നോവൽ. നമ്മുടെ കഥയിലെ ബെന്യാമിൻ്റെ ആടുജീവിതം അനുസരിച്ച് കുറേ മാറ്റങ്ങൾ. ഇവൻ മുകുന്ദൻ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിൽ പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതമല്ല. ഈ തുടർന്ന് ബെന്യാമിൻ്റെ ആടുജീവിതം പ്രസിദ്ധീകരിച്ച് അദ്ദേഹം കഴിഞ്ഞിട്ട് സമയത്ത് വന്ന നടക്കുന്ന ചോദ്യം 2 സ്ഥലത്ത് നമുക്ക് സസ്പെൻസ് കാണാം. ഒന്ന്, അവസാനത്തെ സസ്പെൻസ് വളരെ അപ്രതീക്ഷിതമായിട്ട് മടക്കം മറിച്ചതാണ്. അതിനെ രാഷ്ട്രീയ നോവലാക്കുന്ന വിധത്തിൽ ഒരു മാറ്റമാണ്. പിന്നെ ഒരു സസ്പെൻസ് ബെന്യാമിനോട് കടപ്പാട് ഊഹിക്കുകയാണ്. അത്തരത്തിൽ നോവലിലെ പുതിയ ഈ ന്യൂജൻ രീതികൾ നമ്മുടെ ലബ്ധപ്രതിഷ്ഠിതരായിട്ടുള്ള നേരത്തെ സ്ഥാനമുറപ്പിക്കുന്ന എഴുത്തുകാരെ പോലും സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഞാൻ തിരിച്ചാണ് നമ്മുടെ വരേണ്യ എന്ന് പറയുന്ന നോവലുകളിൽ നിന്ന് ഒരുപാട് നല്ല വശങ്ങൾ എടുത്തിട്ടുള്ള ഒരു ക്രൈം ഫിക്ഷനാണ് ശ്രീ ജയപ്രകാശ് എഴുതിയിരിക്കുന്നത്. പ്രത്യക്ഷത്തെ ബന്ധമില്ലാത്ത 3 കാര്യങ്ങൾ. ഒന്ന്, പണ്ട് കാലത്ത് ഇന്ത്യയിലായിരുന്ന തഗ്ഗുകൾ എന്ന് പറഞ്ഞൊരു പ്രൊഫഷണൽ തൊഴിലാളികളാണ്. വിവിധ ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിരിക്കുന്ന ആളുകളെ കൊല്ലും. ചോര ചിന്താതെ കൊല്ലും. പ്രകാശിന്റെ മനസ്സിലാക്കിയത് ഭവാനി ദേവിക്കുള്ള ഒരു ബലിയായിട്ട് മനുഷ്യബലി അത്ര അസാധാരണ കാലത്ത് പൗർണമി ദിവസങ്ങളിൽ ഒരു ചരടും ഉപയോഗിച്ചവരെ കൊല്ലാണ്. ചരട് അല്ലെങ്കിൽ നീളത്തും വെച്ചിരിക്കുന്ന ഒരു ടവൽ മടക്കി അതിനകത്ത് നാണയം വെച്ച് കഴുത്ത് മടക്കി ആളുകൾ കൊല്ലുന്ന ഒരു വിചിത്രമായിട്ടുള്ള സൈക്കോപതികളായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും ഉദ്ദേശം വെച്ചിട്ടായിരിക്കും. നിഷ്ഠയോടുകൂടി കൊല്ലുകയാണ്. പ്രത്യേക നിഷ്ഠകൾ പറയുമ്പോൾ പ്രത്യേക പദവികൾ കൊടുത്തിട്ട് കുഴി കൊടുക്കാൻ ഒരാൾ, കൊല്ലാൻ ഒരാൾ, ഇരയെ വശീകരിച്ചു കൊണ്ടുവരാൻ ഒരാൾ, ഇത്തരത്തിൽ പിന്നെ ആരും കാണാതെ മറവ് ചെയ്യൽ, പൗർണമി രാത്രിയിലേക്ക് കൊല്ലുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേക അർത്ഥമില്ലാത്ത മതപരമായിട്ടുള്ള അർത്ഥമില്ലാത്ത നിഷ്ഠകൾ ഒന്നായിട്ട് കൊണ്ടുവന്നു. അതൊരു വഴിക്ക് പോകുന്നു. അത് കണ്ടുപിടിക്കുന്ന ഒരു പത്രലേഖകരുടെ കഥ അത് ഉദ്യോഗജനമായിട്ട് കൊടുത്തില്ല. എന്നിട്ടും ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രതീക്ഷക്കൊത്തതല്ല അത് സംഭവിക്കുന്നത്. നമ്മുടെ പ്രേംനസീർ സിനിമയിലെ ഇപ്പോഴത്തെ തമിഴ് എൻ്റെ വിജയിലെ സിനിമയിലെ കാണുന്ന പോലെ നായകൻ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കഥാപാത്രം എല്ലാവരെയും ഇപ്പോൾ അപ്രത്യക്ഷമാകുന്നില്ല. ഈ രംഗം പകർത്തുന്ന ഒരു പത്രലേഖകൻ കൊല്ലപ്പെടുകയാണ്. പെട്ടെന്ന് നമ്മൾ പറഞ്ഞ് സൂചിപ്പിക്കുന്നില്ലെങ്കിലും നമ്മളെ ഉദ്യോഗം മാറ്റുന്നില്ലെങ്കിലും പത്രപ്രവർത്തകർ സ്വാഭാവിക രീതിയിൽ
സിനിമയിലെ വ്യത്യസ്തമായിട്ടുള്ള സ്വാഭാവിക രീതിയിൽ ആ കഥ ഞാൻ പറഞ്ഞു. ആ സ്വാഭാവികതയാണ് ഈ കഥയിലേക്ക് സൗന്ദര്യം. 3 വ്യത്യസ്ത കാര്യങ്ങൾ. ഒന്ന്, ഒരു പ്രൊഫസർ ജയശങ്കർ എന്ന ഒരാളുടെ മരണം, അതിന് പിന്നിൽ നിഗൂഢതകൾ, തഗ്ഗുകൾ നാട്ടിൽ വിലസുന്ന ഒരു കാര്യം. ഇതൊക്കെ 3 വിവിധ രീതിയിലുള്ള കഥകൾ ഒരുമിച്ച് ഒരു കഥയിലേക്ക് മെല്ലെ ഒരുമിച്ചാക്കുകയാണ്. വളരെ ഇഷ്ടപ്പെട്ട നോവലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പ്രശ്നങ്ങൾ അതിനകത്ത് കാണാനുണ്ട്. അപ്പം ഒരു വലിയ ചർച്ച ഒരാൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ നമ്മുടെ ജ്യോതിശാസ്ത്രത്തെ ആസ്വദിക്കുമ്പോൾ നമ്മുടെ ജ്യോതിഷത്തിൻ്റെ അല്ല, ജ്യോതിശാസ്ത്രത്തിൻ്റെ ശാസ്ത്രീയത, ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിൻ്റെ ശാസ്ത്രീയത ഒരുപാട് സ്ഥലത്ത് കാത്തിരുന്നാണ്. അതിന് വലിയൊരു അധ്യായം തന്നെ നിർവഹിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ചരിത്രത്തിലേക്ക് ഈ ചരിത്രം പറയുമ്പോൾ വളരെ ഒബ്ജക്റ്റീവാണ് പ്രകാശ്. ജയപ്രകാശ് വളരെ വ്യക്തമായിട്ട് ചരിത്രത്തിൽ സ്വന്തം അഭിപ്രായങ്ങൾ കൂടിച്ചേർക്കുന്നില്ല. അപ്പോൾ തളിക്കോട്ടെ യുദ്ധം, ഹരിഹരൻ ബുക്കൻ ചേർന്ന 2 സഹോദരന്മാരെ ഒരു സാമ്രാജ്യം സ്ഥാപിക്കുന്നതും, അതിനുശേഷം രാമനാരായണ കാലത്ത് ആ സാമ്രാജ്യം അടിയാറ് പറയുന്നതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഇത് ഹംപി നേരിട്ട് സന്ദർശിച്ച ബഹുമാനപ്പെട്ട കെ തായാക്ക് തൻ്റെ കഥയുടെ വഴിയിലൂടെ എന്ന് പറഞ്ഞിട്ട് ഉള്ള യാത്രാകരണത്തിൽ വളരെ സമർത്ഥമായിട്ട് കാണുന്ന സ്ഥലത്തിന് ചരിത്രം കൂടി ഉൾപ്പെടുത്തുകയാണ്. ചരിത്രം പഠിപ്പിക്കാനുള്ള ഒന്നാന്തരം രീതി കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു യാത്രാകരണ പുസ്തകമായി എഴുതിയിട്ടുണ്ട്. ഇന്ന് രാജേന്ദ്ര തായാക്കിന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ പുസ്തക പ്രകാശനം ഉണ്ടായെന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്, ഒരു വിചിത്രമായ ഒരു സംഭവം. ഇത്തരം ചില രസകരമായ യാദൃച്ഛികതകളെ ശാസ്ത്രീയമെന്നും അല്ലെങ്കിൽ അത്ഭുതവൃത്തിയെന്നും അതുമല്ലെങ്കിൽ അതീന്ദ്രിയ സംഭവങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുന്ന രീതി പ്രകാശനം പണ്ടിയുള്ളതാണ്. ഇതിലങ്ങനെ ഒരുപാട് സ്ഥലത്ത് കാണാം. നിങ്ങൾ വിശ്വസിച്ചോളം ആരും പറഞ്ഞിട്ടില്ല. നമ്മളിത് പേടിപ്പിക്കുന്ന ഉദ്ദേശമുണ്ട്. ഇന്ത്യൻ ഭാരതീയമായിട്ട് എന്ത് മഹത്തരമായിട്ട് പറയുന്നൊന്നുമില്ല. ഭാരതീയ ശാസ്ത്രത്തിൽ മഹത്തരമായിട്ട് ഒരുപാട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പോവുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ഒരു ഭാരതീയ ശാസ്ത്രത്തിനെ അമിതമായിട്ടൊന്ന് നല്ലതാണെന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ അദ്ദേഹം ബുദ്ധനുമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു പേടിയാണ്, എങ്ങോട്ടാണ് പോകുന്നത്. ഇത് നമ്മളിന്ന് ഇവരൊക്കെ അകന്നു പോവോ, ഹിംസയെ ഇഷ്ടപ്പെടുന്നവരായിക്കൊണ്ടൊരു പേടി എല്ലാത്തുണ്ട്. ഒരു പ്രൊഫസർ വായിക്കുന്നു, അദ്ദേഹത്തിന് മുമ്പിൽ നാരദ ഭക്തി സൂത്രം എന്നൊരു ഗ്രന്ഥത്തിലെ കുറച്ച് വരികൾ എഴുതി വെച്ചിട്ടുണ്ട്. കാതരതി മായാം യ സംഖ്യാം ത്യജതി യ മഹാനുഭാവം സേവതെ നിർമ്മവും ഭവതി. ഈ വരികളാണ്. ഈ വരികൾ കണ്ടിട്ട് ഒരു നിധി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള രീതികളിൽ 2 സ്ഥലത്തിൽ ഉപകാരപ്പെടുന്നുണ്ട്. ഒന്ന്, മഹാനുഭാവന്മാരെ പിൻപറ്റുന്നവർ അക്കരെ കിടക്കുന്നു എന്നുള്ള സൂചനയിൽ നിന്ന് കുറേ ആലോചിച്ചിട്ട്, കൂടാതെ നമ്മുടെ ഇംഗ്ലീഷ് എന്ന് പറയില്ലേ, അതീന്ദ്രിയമായിട്ട് നമ്മുടെ ചില തോന്നലുകൾ, ഇന്ന് മഴ പെയ്തിട്ടുള്ള തോന്നലൊക്കെ ഇതിൻ്റെ പ്രശ്നമാണെന്ന് പറയും. മഹാത്മാഗാന്ധിയുടെ ഒരു ചിത്രം അവിടെ തൂങ്ങുന്നത് എടുത്ത് അത് അമർത്തി ഇരിക്കുന്ന കമ്പിയൊക്കെ അടക്കി അതിൻ്റെ പിന്നിൽ നിന്നൊരു സാധനം കണ്ടുപിടിക്കുന്നു. അങ്ങനെ ചില സസ്പെൻസ്. കൂടാതെ മറ്റു സ്ഥലത്തും പല സ്ഥലത്തും ഇതിലെ പ്രധാനപ്പെട്ട ഒരു സൂത്രം എന്ന് പറയുന്നത് ഇങ്ങനെ, രഹസ്യങ്ങളിൽ വെച്ച് ഏറ്റവും വലുതാണ് കിഷ്കിന്ധയിലേത്. രഹസ്യം പ്രപഞ്ച നടനത്തിൽ നിന്ന് ആരംഭിക്കുന്നു. തുകൽച്ചുകളിലെ അർത്ഥഭാഗം രഹസ്യത്തിലേക്ക് വെച്ചുകൊണ്ട് വരികയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് സ്ഥലം ചൂടാമണി വാതിലാകുന്നു V67. ഇങ്ങനെയുള്ള എൻക്രിപ്ഷൻസ് പറയും, രഹസ്യ സ്വഭാവമുള്ള എഴുത്തുകൾ. ഇതിൻ്റെയൊക്കെ ചുരുളടിക്കുന്നത്, മെല്ലെ ചുരുളടിക്കുന്നത്, നമുക്ക് ബോറടിക്കാത്തത് ചുരുളടിക്കുന്നതും ശരിയുടെ കൂടെ നിൽക്കുന്ന ആളുകൾ വിജയിക്കുന്നതുമായിട്ടുള്ള നല്ലൊരു പ്രമേയമാണ്. പണ്ടൊരിക്കലേ നമ്മുടെ ഒരു കവിതയിൽ അതിൻ്റെ അകത്ത് മുലാന്ന് പറഞ്ഞ വാക്കുണ്ട് പലതാണ്. കലയാൾക്കാരെ അത് പ്രസിദ്ധീകരിക്കുന്നതിന് യോജിച്ചില്ല. അപ്പോൾ നമ്മുടെ പ്രസാദകന്മാർ രസികൻ അവിടെ നക്ഷത്ര ചിഹ്നം ഇട്ടിട്ട് പ്രസിദ്ധീകരിച്ചത്. മറ്റു രസികൻ നക്ഷത്ര ചിഹ്നമിട്ട പുസ്തകം, കൂടാതെ അവിടെ മുല നടിച്ച പുസ്തകം 2 വെച്ച് നക്ഷത്ര ചിഹ്നമില്ല വില കുറവും മുലയും എഴുതിയ വില കൂടുതലായി കിട്ടും. അങ്ങനെയുള്ള തമാശ. അതുപോലെ ഇതിലെ വിശദമായ ചർച്ചകൾ ഒഴിവാക്കിയിട്ട് ഒരു എഡിഷൻ ഇറക്കുവാണെങ്കിൽ വില കുറവായ കൂടുതലായാലും ഞാൻ വാങ്ങുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അത് ഏത് കാര്യത്തിൽ ഈ പറഞ്ഞ പുരാണത്തിൽ
ചർച്ച ചെയ്ത് മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായും വലിയ പുസ്തകം തന്നെ വേണം തോന്നും. അതിന് ചരിത്രം വലിയ പ്രശ്നമൊന്നുമല്ല. ഇപ്പം തൊലിക്കോട്ടെ യുദ്ധം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. ചരിത്രം വളരെ രസകരമായി നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ. ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ ജീവിതം തന്നെയാണ്, അതിലെല്ലാം ഉണ്ട്. മഹാഭാരതത്തിൽ പറഞ്ഞ പോലെ ഇതിലുള്ളത് മറ്റു പഠിത്തത്തിൽ കണ്ടേക്കാം, എന്നാൽ ഇതിലില്ലാത്തത് മറ്റൊരിടത്തും കാണില്ല എന്ന് മഹാഭാരതത്തിൽ പറയുമ്പോൾ യുദ്ധത്തിൻ്റെ ഉള്ളതിൻ്റെ പ്രത്യേകതയാണ്. ചതിയും എല്ലാം അടക്കം ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ യുദ്ധത്തിന് കൊണ്ടിരിക്കുന്ന വരും. അപ്പോൾ മരണാനന്തര ജീവിതം, ആത്മാവ്, അങ്ങനത്തെ കാര്യങ്ങളിൽ താല്പര്യമുള്ളൊക്കെ മുഴുവൻ കാര്യം പുസ്തകം വായിക്കും. ഇല്ലെങ്കിൽ ആ ഭാഗം വേണ്ടി വിട്ട് ഞാൻ തരാറില്ല. നമ്മൾ ഡോക്ടർമാരെ പ്രൊഫഷണൽ ജീവിതത്തിലെങ്കിലും ആത്മാവ് പോലത്തെ കാര്യങ്ങളെല്ലാം വലിയ മൈൻഡിയാവും. ഒരു വിഷയം കേട്ടിട്ടുണ്ടാവും, ICUയിൽ സീരിയസ് ആയ രോഗീസം ഇങ്ങനെ ഇതല്ല പ്രകാശിന്റെ ടീമിനെ പോലെ ആത്മാവിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്ന ആളല്ല. അദ്ദേഹം ഗൗരവ ഡോക്ടർ വിളിക്കും, ഡോക്ടറെ ഞാൻ മരിച്ചതിന് ശേഷം എന്ത് സംഭവിക്കും? ഡോക്ടർ പറഞ്ഞു, സാധാരണയിൽ മോർച്ചറി കയറ്റി പെട്ടെന്ന് മാറ്റും, പിന്നെ ഷീറ്റ് മാറ്റിയില്ലേ ഒരാളെ കിടത്തുള്ളൂ. ഇത്രയും നമ്മുടെ മരണാനന്തര ജീവിതം യുക്തിയുക്തമായിട്ട് ചിന്തിക്കുന്നവരെ മരണാനന്തര താല്പര്യം. അപ്പോൾ അത് താല്പര്യമുള്ള വിശദമായി വായിക്കും. ഇങ്ങനെ ആയാലും നിലത്ത് വെക്കാണ്ട് വായിക്കാൻ പറ്റുന്ന സംഖ്യയാണ്. വളരെ ഒറിജിനൽ. ഞാനൊരിക്കൽ സുബ്രഹ്മണ്യപുരം എന്നുള്ള പടം കാണാൻ പറ്റിയില്ലെങ്കിൽ അതിന് നിരൂപണം മാധ്യമവായിച്ചിട്ട് വായിച്ചിട്ട് കിടന്നതിന് ശേഷം രാത്രി കാലം നെഞ്ഞത്ത് കത്തിയിറക്കുന്നതായിട്ട് കണ്ട് സ്വപ്നം. വേദനയില്ല, കത്തിയിറക്കുന്നുണ്ട്, പക്ഷെ വേദനയില്ല സ്വപ്നം കണ്ട് ഞെട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി വായിച്ച് പൂർത്തിയാക്കിയില്ല, പകലെ വായിച്ചിട്ടു. എന്നാലും സാധാരണ നോവലുകളേക്കാളും സംഘടനകൾ കുറച്ച് കുറവാണ്. ശാരീരികമായിട്ടുള്ള സംഘടനകൾ കുറച്ച് കുറവ്. ഇദ്ദേഹം എഴുതാറുള്ള സാധാരണ നോവലുകളേക്കാളും സംഘർഷങ്ങൾ കുറച്ച് കുറവാണ്. പിന്നെ കോവിഡ് കാലത്ത് നമ്മൾ ഒത്തുകൂടാൻ പറ്റിയ അതിയായ സന്തോഷമുണ്ട്. എന്ത് സാഹിത്യ ചർച്ചയും അധികം രസകരമായി മുന്നോട്ട് പോകും. നമുക്ക് ഇപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് കോട്ടയം പറ്റുന്ന ഒരുപാട് സാധനം. പഞ്ചാംഗം എന്നുള്ള സംഗതി 5 ഘടകങ്ങളുള്ളതാണ്. ആഴ്ച തിഥി തുടങ്ങി കാരണങ്ങളെ തുടങ്ങി 5 ഘടകങ്ങളുള്ളതിനെ പറ്റിയാണ് നമ്മൾ പഞ്ചാംഗം എന്ന് പറയുന്നത്. ശിവനാടകത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങളും വ്യത്യസ്ത ഘടകങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടാക്കി പഠിക്കാനുണ്ട്. എന്ത് സാഹിത്യ ചർച്ചയും നമ്മളെല്ലാവരും താല്പര്യം ഉണ്ടാക്കും. നമ്മുടെ ഇതിനിടയ്ക്ക് ഒരു ബിരിയാണി ചർച്ച ചെയ്തു, സന്തോഷ് എച്ചിക്കാരൻ്റെ ബിരിയാണി. ഒരുപക്ഷെ വലിയ സാഹിത്യ നിരൂപകർക്ക് അത്ര ഇഷ്ടപ്പെടാത്ത ഒരു കഥയാണ്. ബിരിയാണി നിന്നാത്താണ്, ബിരിയാണി അരി തന്നെ നിന്നാൻ പറ്റാത്താണ്. ബിരിയാണി അരിയുടെ കൊതികൊണ്ട് മോക്ക് ബസുമതി എന്ന പേരിട്ടാണ്. ഈ 50 ഗ്രാം അരി വാങ്ങിയിട്ട് ചവക്കാൻ പറ്റുന്നു. ബിരിയാണി നിന്നാൻ പറ്റാത്തതുണ്ട്, പറ്റാൻ പൈസ ഇല്ലാത്തതുണ്ട്. 50 ഗ്രാം ബസുമതി അരി വാങ്ങിയിട്ട് മോക്ക് ചവച്ച് തിന്നാൻ കൊടുക്കുന്ന ആള്. നമുക്ക് അശ്വത്ഥമാവിന്റെ കഥയൊക്കെ ഓർമ്മിക്കും. പാല് കുടിക്കാൻ പറ്റാത്തവർക്ക് അരിപ്പൊടി കലക്കി കൊടുത്ത അശ്വത്ഥമാവിന്റെ കഥയൊക്കെ നമ്മൾ ഓർമ്മിച്ചു പറയും. ഇദ്ദേഹം ഇങ്ങനെ പാത്രം കണക്കിൽ ബിരിയാണിയുടെ വേസ്റ്റ് കൊണ്ടത് കുത്തി കുഴിച്ചെടുപ്പുള്ള സംഘടന ബിരിയാണി. അതിലൊരു ഭാഗം നമ്മളെ ഒരാളുടെ വിഷമങ്ങൾ പറയുമ്പോൾ അയാൾ കുറച്ചെങ്കിലും അത്തരം വിഷമങ്ങൾ കടന്നു പോയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ പറയുന്നവർ ഒരു പരിഹാസമാണെന്ന് സൂചിപ്പിക്കുന്ന ഇതേ വരികളല്ല, ഇതേ വാക്കുകളല്ല, ഒരു ഭാഗമല്ല. എൻ്റെ ഹോസ്പിറ്റലിൽ ഒരു സാഹിത്യ ചർച്ച വന്നപ്പോൾ അന്ന് പല ആൾക്കാരുടെ സ്റ്റാറ്റസ് ബിരിയാണിയുടെ ഈ ഭാഗമാണ്. അത്രയും ജനങ്ങൾ ആകർഷിക്കുന്ന വിധത്തിൽ ആണ് നമ്മുടെ സാഹിത്യം മുന്നോട്ട് പോകുന്നത്. റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ, അതിൽ പറയുന്ന രീതി, മിക്സിയും ഫ്രിഡ്ജും ഒക്കെ സംസാരിക്കുകയാണ്. ആർക്കും മനസ്സിലാവുന്ന രീതി. പുതിയ ചെറുകഥകളൊന്നും ദുരൂഹതയൊന്നുമില്ല, എല്ലാവർക്കും വായിക്കണം പറ്റുന്നതാണ് പുതിയ ചെറുകഥകൾ. അതുപോലെ തന്നെ നമ്മുടെ വധശിക്ഷ വിരുദ്ധ ചർച്ചയ്ക്ക് ശേഷം ഭൂരിപക്ഷ ആൾക്കാരും വധശിക്ഷയ്ക്ക് അനുകൂലമായ സദസ്സിൽ OV കടൽത്തീരത്ത് വായിച്ചിട്ട് OV കഥാപാത്രം തൂക്കിലേക്കപ്പെട്ട് എൻ്റെ അച്ഛൻ ബോഡി വാങ്ങുന്ന സിറ്റുവേഷനിൽ ഒരു പേറ്റിച്ചിയെ പോലെ അച്ഛൻ മോൻ്റെ ബോഡി ഏറ്റുവാങ്ങി, തൂക്കി കൊല്ലപ്പെട്ട ആളുടെ ബോഡി. ജനിക്കുമ്പോൾ ഒരു പേറ്റിച്ചി ഏറ്റുവാങ്ങിയായിരിക്കും, മരിക്കുമ്പോൾ ഒരു പേറ്റിച്ചിയെ പോലെ അച്ഛൻ ഏറ്റുവാങ്ങി. നമ്മുടെ നിരൂപമാരുടെ വിട്ടുകൊടുത്താലും മറ്റാരെങ്കിലുമാണ് എഴുതിയതെങ്കിൽ എത്രമാത്രം അറിയാം. പനിക്കോടിൽ പാതിരാവിൽ പരതാഹത്തിൽ എനിക്കുള്ളിൽ തിരിയുന്ന പുരാണ ചിത്രം, ചെറുപ്പത്തിൽ അകത്തായ മുലപ്പാലെല്ലാം മുറിപ്പാടി ഉദരമായി പുറത്തുചാടി കുരിശിൽ നിറക്കിയ മകന്റെ ദേഹം, മടിത്തത്തിൽ കിടത്തിയ മറിയം മാത്രം. അങ്ങനെ ഒരുപാട് ക്രിസ്തീയ ബിംബങ്ങൾ ഉപയോഗിക്കുന്ന ബാലകുടികളുടെ കൊട്ടാണെന്ന് ശ്രദ്ധിച്ചാൽ അറിയുള്ളൂ. മറ്റാരെങ്കിലുമാണ് എഴുതിയെങ്കിൽ എത്രമാത്രം അറിയുകയും വേണ്ടതിലും വ്യാകുല മാതാവൊക്കെ വന്നിരുന്നു എന്ന ഒരു പരിഹാസമുണ്ട്. അപ്പോൾ സാഹിത്യം ഒരു നമ്മുടെ പഴയ ടീച്ചറിലേക്ക് മടക്കത്തിലൂടെയാണ് പറയാം. ആദ്യം വിളിക്കുന്ന ഒരു വിഷമമുള്ളൂ, കുറച്ച് ഭാഗം ഉണ്ടാവും, പിന്നെ ടക്മോണിൽ തുറന്നു വരും. അതുപോലെ സാഹിത്യമായിട്ട് നിരന്തര പരിചയം കൊണ്ട് നമുക്കെല്ലാവർക്കും സാഹിത്യം ഹൃദ്യമായി ആസ്വദിക്കാൻ തോന്നും. വായിക്കാൻ തോന്നും, വായിച്ചതിനെ പറ്റി ചർച്ച ചെയ്യാൻ തോന്നും. അത് രസകരമായി കൊണ്ടുപോകുന്നത്
വായന ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും ഒരു കടമയാണ്. അപ്പോൾ ഈ ക്രൈം ഫിക്ഷൻ നമ്മൾ തീർച്ചയായിട്ടും സഹായിക്കും. പ്രകാശം നല്ല തരട്ടെ. ഈ പറഞ്ഞ ദോഷങ്ങൾ പറയണം, നമ്മൾ തുറന്ന ചർച്ച നടത്താൻ നോക്കുകയാണ് നോവലിനെ പറ്റി. ഇതൊന്നും ദോഷമാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചിലപ്പോൾ വായനയുടെ വേഗതയിൽ ഏറ്റക്കുറച്ചിലുണ്ടായിരുന്നുവെന്ന് പറഞ്ഞപ്പോൾ രസകരമായ പുസ്തകമാണ്. കഴിയുന്നത്ര ആൾക്കാർ വാങ്ങുകയും വായിക്കുകയും ചെയ്യാനുള്ളതാണ് ഞാൻ അവസരം. ഇപ്പോൾ പ്രകാശനം ചെയ്യപ്പെട്ടിട്ടുള്ള കിഷ്കിന്ധയുടെ മൗനം അതിൻ്റെ ഏറ്റവും ഉദാഹരണമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയും ചെയ്തു. ഈ പുസ്തകത്തെ ആധാരമാക്കിക്കൊണ്ട് ഉദ്ഘാടനം നടത്തിയ ഇടത്തകര, ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഡോക്ടർ രാജാറാമിൻ്റെ പുസ്തക പരിചയം, ഇനിയും എൻ്റെ പിറകിൽ ഈ പുസ്തകത്തെക്കുറിച്ച് അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് എഴുത്തുകാരായാണ് ഇരിക്കുന്നത്. ഈ പുസ്തകം വായിക്കപ്പെടുമ്പോഴാണ് അതിൻ്റെ ദൗത്യം പൂർണ്ണമാകുന്നത്. ചരിത്രം നിഴലിച്ചു നിൽക്കുന്ന ഈ പുസ്തകത്തിൽ ഭാവനയുടെ വിലാസം വായനക്കാരനെ ഒരു ലഹരിയാക്കി മാറ്റുന്ന ഒരു അങ്ങേയറ്റത്തെ ഒരു അനുഭവം ഈ പുസ്തകം നമ്മെ വല്ലാതെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ജിജ്ഞാസ കൊണ്ടും ഒപ്പം വൈകാരികമായ മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടും രാജാറാം ഡോക്ടർ പറഞ്ഞതുപോലെ ഈ പുസ്തകത്തെ വായനയിൽ നിന്ന് മാറ്റി നിർത്തി മറ്റൊരു ദൗത്യത്തിലേക്ക്, മറ്റൊരു പ്രവൃത്തിയിലേക്ക് നമ്മെ നയിക്കാൻ പ്രേരിപ്പിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ അത് വായിച്ചു തീർക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് ഈ പുസ്തകത്തിന്റെ ഒരു പുസ്തകത്തിന്റെ വ്യക്തിത്വം. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം എഴുത്തുകാരുണ്ട്, ധാരാളം പുസ്തകങ്ങൾ അനുകൂലം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വായന അത്ര സമൃദ്ധമായി നടക്കാത്ത ഒരു കാലത്താണ് നാം ജീവിക്കുന്നതെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് ആർക്കു വേണ്ടിയോ പറയുന്ന ഒരു വർത്തമാനമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ലൈബ്രറി കൗൺസില് ഈ വരുന്ന ജനുവരി 23-ന് കണ്ണൂരിൽ ഒരു പുസ്തകോത്സവം നടക്കുന്നു. ആ പുസ്തകോത്സവത്തിൽ സ്റ്റാൾ കിട്ടുന്നതിന് വേണ്ടി കേരളത്തിലെ പല പ്രസിദ്ധീകരണക്കാരും മാത്സര്യ ബുദ്ധിയോടുകൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പുസ്തകം വായിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സാഹചര്യത്തിലാണെങ്കിൽ അതിനത്രമാത്രം ശ്രദ്ധയും ഒപ്പം ഒരു സ്റ്റാൾ കിട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമവും ഉണ്ടാവുകയില്ലല്ലോ. വായിക്കുന്നവർ വായിക്കുന്നുണ്ട്. വായിക്കുന്ന ആളുകൾക്ക് പുസ്തകം വായിക്കാൻ കിട്ടണം. അവർക്ക് വായിക്കുക എന്ന് പറയുന്നത് വളരെ പ്രിയപ്പെട്ട ഒരു കാര്യവും കൂടിയാണ്. സാധാരണഗതിയിൽ വായനയെ ആകർഷിക്കുന്ന ഇത്തരം പുസ്തകങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് പ്രസാധകന്മാർ ശ്രമിക്കേണ്ടത്. പാരൂരിനെ സംബന്ധിച്ച് വലിയ ഒരു സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യം അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരു പ്രദേശമാണ്. ഓർമ്മയിൽ KC നാരായണ നമ്പ്യാർ മുതൽ ഇങ്ങോട്ട് പ്രഗത്ഭന്മാരുടെ ഒരു നിര തന്നെ ഈ പാനൂരിന്റെ സാംസ്കാരിക മണ്ഡലത്തെ അഭ്യുന്നതിയിലേക്കും യശസ്സിലേക്കും നയിച്ചിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് ഞാൻ ആ പേരുകളൊന്നും പറഞ്ഞ് ആവർത്തിച്ച് ഈ സമയം മെനക്കെടുക്കുന്നില്ല. ആ പ്രാതിനിധ്യത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ജയപ്രകാശിന്റെയും ഈ വരവ്. ജയപ്രകാശിന് അതുപോലെ പ്രഗത്ഭമധികരുടെ കൂട്ടത്തിൽ ഇരിക്കുവാനുള്ള യോഗ്യതയും നേരത്തെ തന്നെ തെളിയിച്ചിട്ടുണ്ട്. ഈ പുസ്തകം ഒന്നുകൂടി അടയാളപ്പെടുത്തുന്നു. ഈ പുസ്തകം വായിക്കുക എന്നുള്ളതാണ്. പുസ്തകത്തെക്കുറിച്ച് അതിന്റെ ആന്തരിക ഘടനകളിലേക്കൊന്നും ഞാൻ കിടക്കാതെ പുസ്തകം വായിക്കണം എന്നുള്ള രണ്ടര മാത്രം പറഞ്ഞുകൊണ്ട് ലൈബ്രറി കൗൺസിലിന്റെ ഒരു അഭിവാദ്യവും കൂടി നൽകിക്കൊണ്ട് തൽക്കാലം വിരമിക്കുകയാണ്. ഏവർക്കും നമസ്കാരം. നിർവഹിച്ച ശ്രീ ഇടതുകരയും അതിന് ശേഷം സംസാരിച്ചവരെല്ലാം നോവലിന്റെ ആഴങ്ങളിലേക്ക് കടന്ന് സംസാരിച്ചത് കൊണ്ട് തീർച്ചയായും ഒരു സാന്നിധ്യം അറിയിക്കാൻ വന്ന ഒരാളുടെ ദീർഘ സംസാരത്തിന് പ്രസക്തിയില്ല എന്ന് തിരിച്ചറിയുക.
ഏതായാലും നമ്മുടെ സാഹിത്യ സാംസ്കാരിക മേഖലയിലേക്ക് പുതിയ വെളിച്ചം പകർന്നുകൊണ്ട് നമ്മുടെ ടി.കെ. അനിൽകുമാറും ജയപ്രകാശ് ഇതുപോലെയുള്ള എഴുത്തുകാരും അനിമാഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മുടെ ഫേസ്ബുക്കിലും മറ്റും പുതിയ പുതിയ രചനകളുടെ സംവാദങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് അതിനെ പലരിലേക്കും എത്തിക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു കാലം മുമ്പ് മലയാളത്തിലെ 10 കൊല്ലത്തിന് ഇടയിൽ പ്രസിദ്ധീകരിച്ച ഏറ്റവും മികച്ച നോവലുകളിൽ നിങ്ങൾ ഏതിനെയൊക്കെ പിന്തുണക്കും എന്നൊരു അഭിപ്രായ സർവേ അനിൽകുമാറിന്റെ നേതൃത്വം നടത്തുകയുണ്ടായി. ആദ്യത്തെ 5-നകത്ത് തന്നെ യൂൽസുവിനെ പെടുത്താൻ എനിക്ക് 2 വട്ടം ആലോചിക്കേണ്ടി വന്നിട്ടില്ല. അതിനെക്കുറിച്ചൊക്കെ ധാരാളം സംസാരിക്കാനുണ്ട്, പക്ഷേ അതിനൊരു അവസരമല്ല എന്ന് തിരിച്ചറിയുകയാണ്. 2-3 വർഷം മുമ്പാണ് കരണ്ടിൽ ബിജുവിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ സംസാരിക്കാറുണ്ട്. ബിജു ഇങ്ങോട്ടേക്ക് പറഞ്ഞു, നല്ലൊരു നോവൽ വന്നിട്ട് മാഷെ, അത് ഞാനും ബുദ്ധനും വർത്തകര സാറ് ഇവിടെയുണ്ട്. അത്ഭുതപ്പെടുത്തുന്ന ഒരു ആഖ്യാനം. അതിനെ വിസ്മയ ലോകത്തേക്ക് എത്തിച്ച് 2 വർഷം കഴിയുമ്പോഴത്തേക്ക് കിളിമഞ്ചാരോ തീർത്തും വ്യത്യസ്തമായ ഒരു വായനാനുഭവമാണത്. അതുപോലെ തന്നെയാണ് രവീന്ദ്ര മാഷിന്റെ അടുത്തു നിന്നാണ് ഞാൻ യൂൽസുവിനെ കുറിച്ച് അറിയുന്നത്. യൂൽസുവിനെ തേടി ആ ഒരു കൃതി കിട്ടാൻ വേണ്ടിയിട്ട് പലവട്ടം അലഞ്ഞു. ഒരു ദിവസം ജയപ്രകാശ് എനിക്ക് ഒരു പുസ്തകം താൽക്കാലിക വായ്പയായി തന്നു. അതിനുശേഷമാണ് ശരിക്കും ആ ഒരു കോപ്പി കൊടുത്ത് വാങ്ങാൻ വേണ്ടി സാധിക്കുന്നത്. ജയപ്രകാശിന് നിരന്തരമായ അന്വേഷണത്തിന്റെ ഒരു മനസ്സുണ്ട് എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് യൂൽസുവിനെ ഒക്കെ കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളത്. ഈ തരത്തിൽ നമ്മുടെ ചരിത്രത്തിൽ നിന്നും പുരാണത്തിൽ നിന്നും ഒക്കെ കടഞ്ഞെടുത്ത് പുതിയ സത്തുകള്, നിരീക്ഷണങ്ങള്, ചില പുസ്തകങ്ങള് നമ്മൾ വായിക്കാൻ വളരെ വളരെ കൊട്ടിഘോഷിക്കപ്പെട്ടാൽ അവാർഡുകളൊക്കെ കിട്ടിയ പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട് വളരെ യുദ്ധം ചെയ്യേണ്ടി വരാറുണ്ട്. പക്ഷെ ചില പുസ്തകങ്ങൾ നമ്മളെ അങ്ങോട്ടേക്ക് കാന്തികമായിട്ട് കൊണ്ടുപോകും. ആ തരത്തിലുള്ള പുസ്തകങ്ങളാണ് എടത്തുകരയുടെയും ജയപ്രകാശിന്റെയും അതുപോലെ അനിൽകുമാറിന്റെ വാഗ്പടാനന്ദനും മറ്റും. ഏറെ പറയുന്നില്ല. തീർച്ചയായും പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ പ്രദേശത്തിന്റെ, നമ്മുടെ പാനൂരിന്റെ മാത്രമല്ല, ഏറ്റവും വലിയ അഭിമാനമായിട്ട്, തെളിച്ചമായിട്ട്, സുവർണരേഖകളായിട്ട് ഈ പുതിയ എഴുത്തുകാർ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ വേണ്ടി സാധിച്ചതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. നേരത്തെ സുനിൽ മാഷ് പറഞ്ഞതുപോലെ സാന്നിധ്യം കൊണ്ട് ഈ സദസ്സ് ശോഭനമാക്കാൻ ഉത്തരവാദിപ്പെട്ടവരാണ് ഞങ്ങൾ ചിലർ. അതിനുള്ള നന്ദിയും സ്നേഹവും ആദ്യമായി അറിയിക്കുകയാണ്. നിശ്ചയമായും ഇവിടെ പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് സംസാരിച്ച രാജേന്ദ്രൻ അടുത്തുകാര പറഞ്ഞതുപോലെ മലയാളം ചർച്ച ചെയ്യപ്പെടാനും ഒരു വേള വിമർശനാത്മകമായി വിലയിരുത്തുവാൻ സാധ്യതയുള്ള ഒരു നോവലാണ് ശ്രീ ജയപ്രകാശ് 4.5 വർഷക്കാലത്തെ നിരന്തരമായ പഠനവും ആസൂത്രണവും കൊണ്ട് നിർവഹിച്ചത്. അത്തരം ഒരു ഗ്രന്ഥത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി ഭാരതത്തിൻ്റെ വൈജ്ഞാനിക മേഖലയിലുള്ള പൗരാണികമായ പല ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിന് ചാലകശക്തിയായി മാറിയിട്ടുണ്ട്. ദ ഡാൻസ് ഓഫ് ശിവ തുടങ്ങിയ പൗരാണികമായ കൃതി, അതിലെ നടരാജ നൃത്തത്തെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കിഷ്കിന്ധയുടെ മൗനം എന്ന ഈ ഗ്രന്ഥനാമം തന്നെ മൗനം ഭേദിച്ചുകൊണ്ട് പുറത്തേക്ക് വരാനുള്ള ഈ എഴുത്തുകാരൻ്റെ വലിയ മോഹത്തിൻ്റെ സൂചനയാണ് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. പണ്ട് ചങ്ങമ്പുഴ രമണൻ എഴുതിയ കാലത്ത് അതാദ്യമായി വായിക്കാൻ കൊടുത്തത്
അദ്ദേഹത്തിൻ്റെ സീനിയർ ഓഫീസർക്കായിരുന്നു. ചങ്ങമ്പുഴ ആ സമയത്ത് പട്ടാള ഉദ്യോഗസ്ഥനാണ്. ആ കയ്യെഴുത്ത് പ്രതി വായിച്ചതിന് ശേഷം ആ പട്ടാള ഉദ്യോഗസ്ഥൻ ചങ്ങമ്പുഴയോട് ചോദിച്ചതാണ്, നിങ്ങളുടെ അച്ഛനാണോ ചങ്ങമ്പുഴ എന്നാണ്. അതുപോലെ ഇനി വരാനിരിക്കുന്ന കാലത്ത് ആരാണ് ജയപ്രകാശ് പാനൂർ എന്ന് തിരിച്ചറിയുവാനുള്ള വലിയ ഒരു ചൂണ്ടുപലകയായി ഈ നോവൽ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഗ്രന്ഥം നമ്മളെല്ലാവരും വായിക്കുവാൻ, വില കൊടുത്തു വാങ്ങുവാൻ സന്നദ്ധരാകണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിനുള്ള സ്നേഹം ഈ സംഘാടക സമിതി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദനം. കണ്ടശ വന്നിട്ടുള്ള ഒരു നോവലായിരുന്നു. ഞാൻ ഈ മംഗളം ഒന്നും വായിക്കുന്ന ഒരാളല്ല, പക്ഷേ ജയപ്രകാശിൻ്റെ ഒരു കൃതി ഇങ്ങനെ വരുന്നു എന്നാരും എന്നോട് പറഞ്ഞപ്പോൾ കുറേ കോപ്പികൾ എനിക്ക് തരികയുണ്ടായി. അങ്ങനെയാണ് ഞാൻ ആദ്യം അത് വായിക്കുന്നത്. അന്ന് ഒരുപാട് വിമർശനങ്ങൾ ഞാൻ ഇന്നും ഓർക്കുകയാണ്. ജയപ്രകാശുമായി നിരന്തരമായി ഞങ്ങൾ സംവദിക്കാറുണ്ടായിരുന്നു ഈ അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ കുറിച്ച്. ആ എഴുത്തിൽ തന്നെ ഒരു വലിയ എഴുത്തുകാരൻ നമ്മുടെ പാനൂരിൽ ജനിക്കുകയാണ് എന്ന് ഞങ്ങൾക്ക് തോന്നിയിരുന്നു. യുഎൻസു അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ വന്നിട്ടുള്ള ഈ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല, പക്ഷേ ഇപ്പോൾ പറഞ്ഞു കേട്ടപ്പോൾ നമ്മുടെ എഴുത്ത് മേഖലയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പുസ്തകമായി അത് മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മുടെ പാനൂരിനെ സംബന്ധിച്ചിടത്തോളം പ്രഗത്ഭരായ എഴുത്തുകാരുടെ നിലയിലേക്ക് ജയപ്രകാശ് ഉയർന്നു വരും എന്നീ രണ്ട് കൃതികളുണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതുകൊണ്ട് ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഈ പുസ്തകങ്ങളെല്ലാം കൂടുതൽ ചർച്ച ചെയ്യപ്പെടും. ഇപ്പം നമ്മുടെ രാജേന്ദ്രൻ ഇടത്തിങ്കൽ സാറിൻ്റെ ഞാനും ബുദ്ധനും എന്ന കൃതി ഈ പാനൂർ മേഖലയിൽ എനിക്ക് തോന്നുന്നു ഒരു 100 കണക്കിന് സദസ്സുകളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ധാരാളം സദസ്സുകൾ. അത്രമാത്രം അനുവാചകരിലേക്ക് ആഴത്തിൽ വേരോടിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഞാനും ബുദ്ധൻ. അത് രാജേന്ദ്ര സാർ അറിയുമെന്ന് അറിയില്ല, ഞങ്ങളെ TTK ശരിക്കൊക്കെ അറിയാം. ഒരുപാട് ഗ്രന്ഥാലയങ്ങൾ ഇത് ചർച്ച ചെയ്യപ്പെട്ട പുസ്തകമാണ്. അതുപോലെ ജയപ്രകാശിൻ്റെ പുസ്തകവും നമ്മളെല്ലാം വാങ്ങുകയും വായിക്കുകയും അങ്ങനെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യാം. അങ്ങനെ നമ്മുടെ പാനൂരിൽ ഒരു വലിയ എഴുത്തുകാരൻ, നമുക്ക് എന്നിൽ നിന്നും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു എഴുത്തുകാരൻ ഉയർന്നു വരും. അതിന് സഹായകമായ രീതിയിൽ വീണ്ടും എഴുതാനുള്ള പ്രചോദനം അദ്ദേഹത്തിന് ഉണ്ടാകും. അതിനുണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങളുടെ ജയപ്രകാശിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. പാനൂരിന് ജയപ്രകാശ് എന്ന് പറയുന്ന പേര് വ്യക്തി സുപരിചിതനാണ്. എന്നിരുന്നാലും ജയപ്രകാശ് എന്ന് പറയുന്ന എഴുത്തുകാരനെ പാനൂർക്കാർക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. യുൽസു എന്ന് പറയുന്ന പുസ്തകം മലയാള സാഹിത്യ ചരിത്രത്തെ അദ്ദേഹം അടയാളപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ്. അതിനുശേഷമാണ് ഈ കിഷ്കിന്ധ്യയുടെ മൗനം വരുന്നത്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ആ കിഷ്കിന്ധ്യയുടെ മൗനം ഭഞ്ജിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്ന് തോന്നുന്നു. പുസ്തകം വായിക്കണം. ലോകപ്രശസ്തനായ എഴുത്ത്, നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, നാടകത്തൊക്കെയായ അഗതാ ക്രിസ്റ്റിയുടെ എഴുത്തിൻ്റെ 100ാം വർഷത്തിൻ്റെ ഭാഗമായിട്ടാണ് DC ബുക്സ് ഇതുപോലുള്ള ഒരു മത്സരം സംഘടിപ്പിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. ആ മത്സരത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 4 പുസ്തകങ്ങളാണ് അവസാന റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിലൊന്ന് നമ്മുടെ ഈ നാട്ടുകാരനായുള്ള ഈ പുതിയ എഴുത്തുകാരൻ. നേരത്തെ രാജമാഷ് പറഞ്ഞു പുതിയ എഴുത്തുകാരനല്ല എന്ന്. പക്ഷേ പാനൂരിനറിയുന്ന ഈ പുതിയ എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം തിരഞ്ഞെടുത്തു എന്നറിഞ്ഞപ്പോൾ തന്നെ ഏറെ സന്തോഷമുണ്ട്. ഏതായാലും ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പുസ്തകമായിട്ട് ഈ കിഷ്കിന്ധ്യയുടെ മൗനം മാറട്ടെ എന്നും എല്ലാവരും ദയവ് ചെയ്ത് പുസ്തകം വില കൊടുത്ത് വാങ്ങി വായിക്കണം.
അവിടെ DC ബുക്സിൻ്റെ ഒരു കൗണ്ടർ അവിടെ ഉണ്ട്. പുസ്തകം അവിടെ കിട്ടും. വില കൊടുത്ത് വായിക്കണം. അപേക്ഷിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും പിന്നെ എഴുത്തിൻ്റെ വഴികളിൽ ഒരു ശുക്രനക്ഷത്രമായി തുടങ്ങി വരട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇരിക്കുന്ന ഓട്ടോത്തിനപ്പുറത്ത് ഒരു ബുക്ക് സ്റ്റാൾ, ഒരു റേഡിയോണ്ട്. ദേശാഭിമാനി സ്കൂളിൽ നിന്ന് നാട്ടിൽ ലഭിക്കാത്ത വായനകളും മറ്റും വായിക്കാൻ സ്കൂളിലെ ഇന്റർവ്യൂ സമയങ്ങളിലും സ്കൂൾ വിട്ടുകൊടുക്കാനും ഓടിയെത്തുന്ന ഒരു സ്ഥലമാണ്. അത് പ്രത്യേകിച്ച് ഡിറ്റക്റ്റീവ് നോവലുകൾ, അപരസർപ്പങ്ങൾ, കുറ്റാന്വേഷണ നോവലുകൾ എന്നീ വിഭാഗത്തിൽപ്പെടുന്ന മറ്റ് നേരിട്ട് കിട്ടാത്ത ഈ കഥകൾ വായിക്കാൻ ഓടിയെത്തുന്ന ഒരു സ്ഥലമായിരുന്നു അത്. ഇരിക്കുന്ന പഴയവർക്ക് എല്ലാം ഓർമ്മയിൽ വരുന്നുണ്ടാവും. അപ്പൊ ഞങ്ങൾ അന്ന് ഇത്തരം പുസ്തകങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാക്കിയ പൊട്ടിത്തെറികൾ, ആകാംക്ഷ, അതൊക്കെ തന്ന പാശ്ചാത്യ നോവലിസ്റ്റുകൾ ആർത്തർ കോണൻ ഡോയലും അഗത ക്രിസ്റ്റിയും പിന്നെ നമ്മുടെ നാട്ടിൽ കോട്ടയം വിശ്വനാഥ്, തോമസ് പി അമ്പാട്ട് പോലെയുള്ള സൃഷ്ടികൾ. നമ്മൾ ഇംഗ്ലണ്ടിലെ തടാകത്തിൻ്റെയും പർവ്വതത്തിൻ്റെയും പിന്നെ സ്ട്രീറ്റുകളുടെയും ഒക്കെ പേരുകൾ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള വിവരണങ്ങളായിരുന്നു പല നോവലുകളുടെയും ഉണ്ടായിരുന്നത്. അത് നമ്മുടെ നാട്ടില് മാമാഞ്ചം മൈതാനവും ചന്ദ്രകലപ്പുഴയും അവരുടെ വയനാട് വെച്ചുള്ള ഓരയും വിജയനഗര സാമ്രാജ്യത്തിന്റെ അവസ്ഥകളും പോലെയുള്ള സ്ഥലങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ നാട്ടില് ഒരു നോവൽ DC ബുക്സിന്റെ കണ്ടെത്തലുകളിൽ 200 പേരിൽ നിന്നും ഏറ്റവും വലുതായി കണ്ടെത്തിയ 4 നോവലിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ നാട്ടിലെ ജയപ്രകാശ് പാനൂർ എന്ന സുഹൃത്തിനെയാണ് നടന്ന നിമിഷം. ആ നോവലിന്റെ പ്രകാശം നമ്മൾ ബാല്യകാലത്ത് എത്ര വായനയിൽ എത്ര ഒരു ആത്മഹർഷം അനുഭവിച്ചിരുന്നു. അത് നേരിട്ട് കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ വേദിയിലിരിക്കാതെ ഞാൻ സദസ്സിൽ തന്നെ എടുത്തത്. സദസ്സിൽ തന്നെ ഇരുന്ന് ആ ചരിത്ര മുഹൂർത്തം കണ്ട് നിങ്ങൾ മലയാളത്തിലെ കുറ്റാന്വേഷണ നോവലുകൾ ഒരുപാട്, കുറ്റാന്വേഷണ കഥകൾ, പ്രധാനയിൽ കുഞ്ഞിരാമന്റെ ആഗ്രഹയുടെ കഥകൾ, വാസന മുതൽ ധാരാളം കഥകൾ കുറ്റകൃത്യമായിട്ട് ബന്ധപ്പെട്ടതാണ്. എഴുത്തുകാരങ്ങൾ എല്ലാവരും കുറ്റാന്വേഷണ നോവൽ വാസികളുണ്ട്. ഏത് വലിയ സാഹിത്യകാരനാണ് നേരത്തെ പറഞ്ഞു സുകുമാർ എഴുത്തൂരിനെ പോലെയുള്ളവരൊക്കെ കുറ്റാന്വേഷണ നോവൽ വളരെ ഇഷ്ടപ്പെടുന്നവരാണ്. ഞങ്ങളുടെ കുറെ നമ്മുടെ ഒരു വായനകാലം കുറച്ചങ്ങോട്ട് നീങ്ങിയപ്പോൾ കുറ്റാന്വേഷണ നോവല് പതുക്കെ ഒരു താല്പര്യം പറയുന്നത്. ഖസാക്കിൻ ഇതിഹാസം പോലെയുള്ള ചില കൃതികളിൽ നമ്മുടെ വായനയുടെ മുകളിൽ അങ്ങനെ ഒരു ചിറകങ്ങൾ പിടിച്ചു തുടങ്ങിയപ്പോൾ അതുകൊണ്ടോ അല്ല കുറ്റകൃത്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കൂടുതലുണ്ടോ എന്നറിയില്ല, കുറ്റാന്വേഷണ നോവലുകളുടെ താല്പര്യം ക്രമേണ കുറയുകയാണ്. ഈ അടുത്ത കാലത്താണ് വീണ്ടും ഈ നോവലുകളുടെ പുതിയ ഉണർവുകൾ. മാജോ ജോസ്, അവരുടെ സ്നേഹപാർവതി, ജീവനന്ദഗോപൻ, അങ്ങനെ കുറെ പുതിയ നോവലിസ്റ്റുകളും ഈ മേഖലയിൽ വന്നിട്ടുണ്ട്. ഏതായാലും ഈ മേഖലയിൽ വളരെയധികം ഉണർവുണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ഉണർവിലേക്കാണ് പുതിയൊരാൾ കൂടി ഉദയം ചെയ്യുന്നത്. ഏതായാലും ജയപ്രകാശ് പാനൂരിന്റെ ഈ നോവൽ അത് വായിക്കാനെടുത്ത സമയം, എനിക്കെടുത്ത സമയം ഒരു 7 മണിക്കൂറാണ്. എത്രയും നല്ല ഒരു കുറ്റാന്വേഷണ സിനിമ, പഞ്ചാബ് പാത പോലുള്ള സിനിമകളൊക്കെ നമ്മൾ വളരെയധികം ആസ്വദിച്ച് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒക്കെ വെറും 2 സിനിമ കാണുന്ന 2-3 സിനിമ കാണുന്ന ദൈർഘ്യത്തിൽ നമുക്ക് ഒരു പുതിയ ലോകത്തിലേക്ക് കടന്നിരുന്നത് ഈ നോവൽ ആസ്വദിച്ച് തീർക്കാൻ പറ്റും. ഇതിന് ഞാൻ ഒരു സന്ദേശം ഇന്ന് രാവിലെ വായിച്ചൊരു സന്ദേശം തോന്നുന്നു. അതൊരു ചെടിക്ക് നമ്മൾ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ വെള്ളം ഒഴിച്ച് വളർന്നതൊന്നും വലിയ മരങ്ങളായിട്ടില്ല.
വലിയ മരങ്ങളായി മാറിയിട്ടില്ല. ഒരു ചെടി അതിന് വേര്, സ്വന്തം വേരുകൊണ്ട് ആഴങ്ങളിൽ ചെന്ന് ജലം സമ്പാദിച്ച് വളർന്നവ മാത്രമേ വടവൃക്ഷങ്ങളായിട്ടുള്ളൂ. ജയപ്രകാശിനെ കുറിച്ച് എനിക്ക് അതിനാണ് പറയാനുള്ളത്. അദ്ദേഹം ഇറങ്ങിത്തിരിച്ച ആഴങ്ങൾ, അതായത് നോവലിന്റെ രചനയിൽ 7 വർഷങ്ങളിൽ അതിന്റെ തപസ്യയായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഔട്ട് ബേസ്റ്റാണ് കൃഷ്ണന്റെ നോവൽ. അപ്പൊ അദ്ദേഹം കടന്നു പോകാത്ത മേഖലകളില്ല. ചരിത്രം, ഇതിഹാസം, പുരാണം, മാത്സ്, ഫിസിക്സ്, പവർ ഫിസിക്സ്, അതുപോലെ പുനർജന്മ കഥകൾ, ഇങ്ങനെ കണ്ണ് ചെന്നെത്താത്ത ഒരു മേഖലയും ഇല്ല. ആ ഒരു തപസ്സിന്റെ ആകെ തുകയാണ്, ഒരു നിധിയാണ് കിഷ്കിന്ധയുടെ മൗനം. എനിക്ക് ആശംസിക്കാനുള്ളത് ഇത്രയുള്ളൂ. കിഷ്കിന്ധയുടെ മൗനം അതൊരു വലിയ സ്ഫോടനമാകുന്നത് ഇത് ഇന്ത്യയിലെ മറ്റു ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടതാണ്. മറ്റേത് ഭാഷയിലേക്കും തർജ്ജമ ചെയ്യപ്പെട്ടാലും ഈ നോവലിന്റെ കണ്ടന്റ് അഥവാ കരുത്ത് ഒരിക്കലും ചോർന്നു വരില്ല. സാധാരണ പല വ്യക്തിത്വങ്ങളും വായിച്ചാൽ ഒരു ഊർജ്ജിപ്പിച്ച് ബോധമാണ്. ലാസ്റ്റ് ക്ലൈമാക്സ് അറിയുമ്പോൾ അത് പൊട്ടി അടങ്ങുന്നു, പിന്നെ നമ്മൾ തിരിഞ്ഞിട്ടില്ല, കണ്ടാൽ നോക്കില്ല. പക്ഷെ അതല്ലാത്ത രീതിയിലുള്ള ഒരു വലിയ ഒരു എന്താണ് ഹോംവർക്ക് ചെയ്തിട്ടാണ് ജയപ്രകാശ് ബാനർജി നോവൽ പൂർത്തീകരിച്ചിട്ടുള്ളത്. അത് നമ്മളെന്തായാലും നമ്മുടെ ന്യൂട്ടൺ സ്ക്വയറിലായാലും ഏത് ഇതിഹാസ വാക്യമായാലും നമ്മൾ ചെയ്യുന്ന ഒരു അർത്ഥം, ഫലം, കാലം നമുക്ക് തരും. അതിന് യാതൊരു സംശയമില്ല. ജയപ്രകാശ് പാണ്ണൂരിന് മാത്രമല്ല, കേരളത്തിന് മാത്രമല്ല, സർ ആർത്തർ ഇഗ്നേഷ്യസ് കോണൻ ഡോയലിനെ പോലെ നമ്മുടെ വായന വികാസങ്ങളുടെ ചെറിയ ഒരു ചിരഞ്ജീവിച്ച് നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നോവലുകൾ എപ്പോഴും ഒരു പോലീസുകാരൻ ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഞാനിവിടെ എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും കിഷ്കിന്ധയുടെ മൗനം ഇവിടെ ഭേദിക്കപ്പെട്ടിരിക്കുകയാണ്. കിഷ്കിന്ധ എന്ന് കേട്ടപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ 3 കിഷ്കിന്ധകളെ കുറിച്ചാണ് കേട്ടത്. ഒന്ന് രാമായണത്തിലെ 14-ാം കാണ്ഡം കിഷ്കിന്ധ കാണ്ഡത്തെ കുറിച്ചാണ്. 2 കിഷ്കിന്ധ പാർക്കിനെ കുറിച്ചാണ്. 3-ാമത് കിഷ്കിന്ധ കേൾക്കുന്നത് പ്രിയപ്പെട്ട പാനൂരിൻ്റെ എഴുത്തുകാരൻ ജയപ്രകാശ് എഴുതിയ കിഷ്കിന്ധ എന്ന പുസ്തകമാണ്. തീർച്ചയായിട്ടും ജയപ്രകാശിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയപ്പോൾ 2001 കണ്ണൂർ ആകാശവാണിയിലൂടെ തമസോമ ജ്യോതിർഗമയ എന്ന നാടകം സംപ്രേഷണം ചെയ്യപ്പെട്ടതോടുകൂടിയാണ് അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നത്. അതിനുശേഷം 2006 എൻ്റെ വടക്കൻ പാട്ടുകളെ കുറിച്ച് എഴുതിയ കടത്തനാട് എന്ന നോവലുകൾ, മംഗളത്തിൽ രംഗശം പ്രസിദ്ധീകരിച്ച നോവൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. അതിനുശേഷം കണ്ണൂരിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ കുറിച്ച് നോവലിൻ്റെ രൂപത്തിൽ എഴുതപ്പെട്ടപ്പോൾ അദ്ദേഹം തിരസ്കരിക്കപ്പെട്ടു പോയോ എന്നും ഞാൻ സംശയിച്ചിരുന്നു. 2019 അദ്ദേഹം യുയുസു എന്ന നോവൽ എഴുതിയപ്പോൾ തീർത്തും വളരെ അഭിമാനം തോന്നി. കാരണം വൈശപ്പയാൻ പറഞ്ഞ മഹാഭാരതത്തിലെ ഒരുപാട് കഥകൾ നാം കേട്ടിട്ടുണ്ട്. പക്ഷെ മാധവി പറഞ്ഞ കഥ അത് യുയുസുവിന്റെ കഥയാണ്. തീർച്ചയായും ജയപ്രകാശ് പാനൂരിന്റെ പ്രിയങ്കരനായ മാധവിയാണെന്ന് ഞാൻ കരുതുന്നു. പ്രിയപ്പെട്ടവരെ, യുയുസു എന്ന പുസ്തകം വായിച്ചപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വികാരം, നിർത്താതെ വായിച്ചു പോകാനുള്ള നമ്മുടെ ആകാംക്ഷ, ഹസ്തിനപുരിയിലെ നീതിശാസ്ത്രത്തെ കുറിച്ച് പോലും ഉത്കണ്ഠപ്പെടുന്ന അദ്ദേഹത്തിന്റെ മനസ്സ്, വൈശ്യപുത്രനായി ജന്മം കൊണ്ട യുയുസുവിനെ ആ നോവലിന്റെ അവസാനം അവഗണിക്കപ്പെട്ടവന്റെ, തിരസ്കരിക്കപ്പെട്ടവന്റെ ആ ചരിത്രത്തെ സിംഹാസനവും കിരീടവും കൊടുത്ത് ഹസ്തിനപുരിയിലെ രാജാവായി മാറ്റുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് ഒരു വടക്കൻ വീരഗാഥ സിനിമ കണ്ട് എഴുന്നേറ്റ അതേ അനുഭവമായിരുന്നു ആ നോവലിൽ ഉണ്ടായിരുന്നത്. തീർച്ചയായും കിഷ്കിന്ധയെ കുറിച്ച് അദ്ദേഹം എഴുതുമ്പോൾ വിജയനഗര സാമ്രാജ്യത്തിന് മുമ്പ് കാകതീയ രാജാവിന്റെ സേനാപതികളായ ഹക്കയും ബുക്കയും മതമാറ്റത്താൽ പ്രേരിക്കപ്പെട്ട് സങ്കടപ്പെടുകയും തിരിച്ച് വീണ്ടും ഹിന്ദുമതം സ്വീകരിച്ച്
സംഗമ രാജവംശം ഉണ്ടാക്കി അവിടെ നിന്നും രൂപം കൊണ്ട വിജയനഗര സാമ്രാജ്യം, അവിടെ നിന്ന് നാം അറിയുന്ന കൃഷ്ണദേവരായനും തെന്നാലിരാമന്റെയും കഥ പറയുന്ന ദേവരായ സാമ്രാജ്യം, ആ സാമ്രാജ്യം ഹംപിയായി മാറുകയും എൻ്റെ ഈ അടുത്ത കാലത്ത് ട്രാൻസ്ഫർ ആയി പോയ ഒരു മേലുദ്യോഗസ്ഥൻ പറയുകയുണ്ടായി, ഹംപിയിൽ നിന്നും രത്നം തേടി ആളുകൾ രഹസ്യമായി പോകാറുണ്ടെന്ന. പഴയ വിജയനഗര സാമ്രാജ്യത്തിന്റെ കോട്ടകൊത്തളങ്ങളുടെയും രാജ ബംഗ്ലാവുകളുടെയും മഹത്തായ ആ പാരമ്പര്യത്തിലുള്ള കിരീടങ്ങളിലെയും കൊട്ടാരങ്ങളിലെയും രത്നങ്ങൾ ഇന്നും ഹംപിയുടെ തെരുവുകളിൽ ചിതറിക്കിടക്കുന്നു എന്നാണ് പറയുന്നത്. ബാലസുഗ്രീവ സംഗമത്തിന് സാക്ഷ്യം വഹിച്ച ആ ഹംപിയിലെ കിഷ്കിന്ധ പ്രദേശത്ത് ഇന്നും വൈഡൂര്യങ്ങളും രത്നങ്ങളും കിടക്കുന്നു. തീർച്ചയായും നമ്മുടെ പ്രിയങ്കരായ ജയപ്രകാശ് പാലു അതിൽ നിന്നും രത്നം കണ്ടെത്തിയിരിക്കുന്നു എന്നത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. വായനക്കാരെ യാതൊരു മടുപ്പും കൂടാതെ വായനയുടെ ലഹരിയിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. പ്രിയപ്പെട്ടവരെ, പാനൂരിന് അഭിമാനമായ ഒരു നിമിഷമാണിത്. ആ കിഷ്കിന്ധയിലെ മൗനം, ആ കിഷ്കിന്ധയിലെ മൗനത്തെ ഭേദിക്കുവാൻ അദ്ദേഹത്തോടൊപ്പം നാം എല്ലാവരും ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വരാനിരിക്കുന്ന നാളുകളിൽ അദ്ദേഹം കൈപ്പിടിയാത്ത തുടരട്ടെ എന്ന് മാത്രം ഞാൻ പറയുകയാണ്. പക്ഷേ എത്രത്തോളം അദ്ദേഹം ആദരിക്കപ്പെട്ടു എന്നത് ഒരു സംശയകരമായ കാര്യമാണ്. ഒരു ചൈനീസ് പഴമൊഴിയുണ്ട്, വസന്തം വന്നു പൂക്കൾ വിരിഞ്ഞില്ല, വസന്തം വന്നു പക്ഷെ കിളികൾ പാടിയില്ല, വസന്തം വന്നു പക്ഷെ പൂമ്പാറ്റകൾ പറന്നില്ല. പക്ഷെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, പാനൂരിൽ ഒരു മഹാവസന്തം വരും. അത് കേരളക്കരയാകെ, അത് ഇന്ത്യയാകെ പടർന്നു പതിരിക്കുന്ന ഒരു മഹാവസന്തം, പൂക്കൾ വിരിയുന്ന, പൂമ്പാറ്റകൾ പാടിപ്പറക്കുന്ന, കിളികൾ കള്ളമൂചനം ഒഴുക്കുന്ന ഒരു മഹാവസന്തം വരും. ആ വസന്തത്തിലെ രാജകുമാരൻ നമ്മുടെ പ്രിയപ്പെട്ട ജയപ്രകാശ് ആയിരിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ അഭിനന്ദനങ്ങളും നിർത്തുന്നു. ശേഷം അന്ന് വായിച്ച് ആദ്യമായി വായിച്ച ആളുകളിൽ കുറച്ചാളുകളിൽ ഒരാളാണ് ഞാൻ. അതിനുശേഷം എന്നെ കൊണ്ട് ഒരു വായനക്കാരൻ എന്നുള്ള നിലയിൽ എന്നെ കൊണ്ട് കഴിയുന്ന പരമാവധി അതിന്റെ പ്രചരണം, കാരണം ഞാൻ 3 ദിവസം കൊണ്ട് അത് വായിച്ചു തീർത്തിട്ടുണ്ട്. പണ്ട് 9ാം ക്ലാസ് പഠിക്കുമ്പോൾ ഈ മംഗളം മനോരമയിലൊക്കെ വരുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, പമ്പാനദി പാനൂർ ചോരത്തിന്റെ ചുവപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓരോ ആഴ്ചയും ഇങ്ങനെ കാത്തു നിൽക്കാറുണ്ടായിരുന്നു. ആ വ്യൂൾസിന്റെ നമ്മൾ കുറച്ചുകൂടി മുതിർന്നപ്പോ വ്യൂൾസ് വായിച്ചപ്പോ ആദ്യം മുതൽ അവസാനം വരെ വെക്കാതെ രാവിലെയും വൈകുന്നേരം ഒക്കെ വായിച്ചു തീർത്തൊരു ബുക്കാണ്. തീർച്ചയായിട്ടും ഈ കിഷ്കിന്ധയുടെ മൗനം ആദ്യത്തെ ഒരു 3 പേജ് ഞാൻ വായിച്ചു തീർത്തു. ഇത് എല്ലാവരും ഒന്ന് വായിക്കണം, അറിയണം. അദ്ദേഹത്തെ തീർച്ചയായിട്ടും മലയാളം ഉള്ള കാലത്തോളം പാനൂരിന്റെ നാമധേയം ജയപ്രകാശ് പാനൂരിൽ കൂടി അറിയപ്പെടണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ചെയ്യുന്നു. കഷ്ടപ്പാടിന്റെ വിദ്യാലയത്തിൽ നിന്നാണ് നാം അച്ചടക്കം പഠിക്കുന്നത്. അത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഷ്ടപ്പാടിന്റെ വിദ്യാലയത്തിൽ നിന്നാണ് ഞാൻ എഴുതാൻ ആരംഭിച്ചത്. കാരണം എൻ്റെയൊക്കെ ബാല്യകാലം വളരെയേറെ കഷ്ടതകൾ നിറഞ്ഞത്, വായിക്കാൻ പുസ്തകം പോലും വാങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളാണ് ഞാൻ വന്നത്. അങ്ങനെയാണ് എഴുതി തുടങ്ങിയത്. ആ എഴുത്ത് എന്നെ ഇവിടം വരുത്തി. കിഷ്കിന്ധയുടെ മൗനം ഈ നോവലിൽ ഞാൻ ആദ്യം പറഞ്ഞു, അതിന് ചില പ്രത്യേകതകളുണ്ട്. ഒരു ക്രൈം ഫിക്ഷൻ മത്സരത്തിൽ പങ്കെടുത്ത നോവലാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ക്രൈം ഫിക്ഷൻ എഴുതണം എന്നുള്ള ഉദ്ദേശത്തോടെ എഴുതിയൊരു പുസ്തകമല്ല. പക്ഷെ സന്ദർഭവശാൽ DC ബുക്സ് നടത്തിയ ക്രൈം ഫിക്ഷൻ നോവൽ മത്സരത്തിന് അയക്കുകയും അതിൻ്റെ പുരസ്കാര നിർണയ സമിതി, അതായത് ഡോക്ടർ PK രാജശേഖരൻ, CE ബാലകൃഷ്ണൻ, GR ഇന്ദുഗോപൻ എന്നിവരടങ്ങിയ പുരസ്കാര നിർണയ സമിതി 200 എന്ന നോവലുകളിൽ നിന്ന് 4 പുസ്തകങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ഈ ജനുവരി 12 KR മീര പങ്കെടുത്ത ഒരു ചടങ്ങിൽ വെച്ച് ആ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഈ പുസ്തകത്തെ പറ്റി ആ സമിതി വിലയിരുത്തിയ എന്താണെന്ന് പറഞ്ഞാൽ, ചരിത്രവും പുരാണവും ഐതിഹ്യവും ഇളകോർത്ത് ഒരു ക്രൈം ഫിക്ഷൻ രചിക്കുന്ന അപൂർവത ഈ നോവലിന് അസാധാരണമാക്കുന്നത്. ഭാരതീയ ആചാരാനുഷ്ഠാനങ്ങളെയും ക്ഷേത്ര സംസ്കാരത്തെയും നിഗൂഢ ശാസ്ത്രങ്ങളെയും വിളക്കി ചേർക്കുന്ന നോവലിസ്റ്റ് വിജയിച്ചിട്ടുണ്ട്. പശ്ചാത്തല പഠനങ്ങൾ അനിവാര്യമായ ഒരു മേഖലയാണ് ക്രൈം ഫിക്ഷൻ രചനയെന്ന് കിഷ്കിന്ധയുടെ മൗനം സാക്ഷ്യപ്പെടുത്തുന്നു. അത് വിജയകരമായി നിർവഹിക്കാനും നോവലിൽ വിന്യസിക്കാൻ ഈ നോവലിസ്റ്റിന് സാധിച്ചിട്ടുണ്ട്. ഈ വിലയിരുത്തൽ നോവൽ ഈ പുസ്തകത്തിനൊരു ആമുഖമാണ്. അതേപോലെ ഞാൻ പറയുന്നു, ചരിത്രത്തോട് സന്ധി ചെയ്യുന്ന ഒന്നല്ല ഈ നോവൽ. സത്യത്തിൽ ഈ നോവൽ ചരിത്രവുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിൽ അഗാധമായ ചരിത്രത്തിൽ പറയാത്ത ചില വിഷയങ്ങൾ വെച്ചുകൊണ്ട നോവലാണ്. ഈ നോവലിൻ്റെ ആമുഖത്തിൽ ഞാൻ പറയുന്നുണ്ട്, തീർച്ചയായും നിങ്ങൾ ആദ്യം ആമുഖം വായിച്ചിട്ട് മാത്രമേ പുസ്തകത്തിലേക്ക് വരുന്നില്ല. ആമുഖത്തിൽ ഞാൻ പറയുന്നുണ്ട്, ഒത്തുതീർപ്പുകളിലൂടെ നമ്മൾ അറിയുന്നത്, ചരിത്രം ഒത്തുതീർപ്പുകളിലൂടെയാണ് നമ്മൾ അറിയപ്പെടുന്നത്. പലപ്പോഴും യാഥാർത്ഥ്യം ചരിത്രത്തിന് വളരെ അകലെയാണ്. ചരിത്രം രചിക്കുന്നവർക്ക് ഗൂഢമായ ഉദ്ദേശങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നു.
ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് തോന്നാം ആ ചരിത്രം പഠിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ മനസ്സിലാക്കാൻ എന്താണെങ്കിൽ എഴുത്തുകാരേക്കാൾ ഉയർന്ന നിലവാരത്തിലാണ് വായനക്കാരുള്ളത്. കാരണം അവർ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഫിക്ഷനുകൾ. ഇത് ഇന്ത്യയിലെ മലയാളത്തിലെ മാത്രമല്ല, ഇന്ത്യയിൽ മറ്റു ഭാഷകളിലും വിദേശത്ത് നിന്ന് വരുന്നതുമായ ഒരുപാട് ഫിക്ഷനുകൾ വായിച്ച ആളുകളാണ് മുന്നിലിരിക്കുന്ന പലരും. അപ്പോൾ ചരിത്രത്തിൽ ഒരുപാട് വ്യക്തമായ കാഴ്ചപ്പാടുകൾ അവർക്കുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ഇത് ചരിത്രത്തോട് സന്ധി ചെയ്യുന്നൊന്നല്ല. ചരിത്രം നമ്മൾ പലപ്പോഴും അറിയപ്പെടാതെ കിടക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. പറയുന്നത് ഒരു സംസ്കാരത്തെ മാറ്റിമറിക്കണമെങ്കിൽ ബുദ്ധിപൂർവ്വം ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരു യുദ്ധം സൃഷ്ടിക്കുക, അത് മനഃപൂർവ്വം അല്ലെ ബോധപൂർവ്വം യുദ്ധം സൃഷ്ടിക്കുക. അതിനുശേഷം ആ തകർക്കപ്പെട്ട അല്ലെങ്കിൽ പരാജയപ്പെട്ട രാജ്യത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മുഴുവൻ മാറ്റിമറിക്കുക. ഇത് ചരിത്രത്തിൽ കാണുന്ന വളരെ അപൂർവമായ ചില കാര്യം. ഞാൻ ചരിത്രത്തെ അങ്ങനെ വളച്ചൊടിച്ചുകൊണ്ടല്ല പറയുന്നത്. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പലപ്പോഴും ഭാരതീയ ചരിത്രം പഠിക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ വരവിന് മുമ്പുണ്ടായിരുന്ന ചരിത്രമല്ല ബ്രിട്ടീഷുകാരുടെ വരവിന് ശേഷം നമ്മൾ പഠിക്കുന്നത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം മുതൽ ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തിന് ഏത് രീതിയിൽ മാറ്റിമറിക്കാം, അല്ലെങ്കിൽ ഉദ്ദേശ രീതിയിലേക്ക് എങ്ങനെ മാറ്റിമറിക്കാം എന്ന രീതിയിൽ പുതുതായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായവും ഒരു ചരിത്ര പഠനവും ഇവിടെ രൂപപ്പെടുത്തുന്നത്. ഇതുപോലെ ഇതിവിടെ മാത്രമല്ല, മറ്റ് പല രാജ്യങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. ഈ നോവൽ തന്നെ പറയുന്ന ചില പ്രത്യേക കാര്യങ്ങൾ ഇവിടെ അക്കൗണ്ട് നിരക്കുന്നുണ്ട്. പുസ്തകം വായിക്കുന്ന ആളുകൾക്ക് അതിനെപ്പറ്റി കാര്യങ്ങൾ അറിയാൻ പറ്റും. പക്ഷെ നിങ്ങൾ എന്നോട് സന്ധി ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഇവിടെ ഈ പുസ്തകം പ്രകാശനം ചെയ്ത ശ്രീ രാജേന്ദ്രൻ സാർ പറഞ്ഞ പോലെ ഈ പുസ്തകം വിമർശിക്കപ്പെടുന്ന സമയത്താണ് ഒരു പുസ്തകം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ആളുകളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ആമുഖം വായിച്ച ശേഷം മാത്രം ഈ പുസ്തകം വായിക്കണം. പിന്നെ അതേപോലെ നമ്മൾ സാധാരണ ക്രൈം ഫിക്ഷനുകൾ ഒരുപാട് വായിച്ചിട്ടുണ്ട്. വായനയുടെ ലോകത്ത് വന്ന ഒട്ടുമിക്ക ആളുകൾ ക്രൈം ഫിക്ഷൻ വായിക്കാതെ വായനയുടെ ലോകത്ത് പോയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ക്രൈം ഫിക്ഷൻ കിട്ടുന്ന നമുക്ക് വ്യക്തമായ ധാരണയാണ്. അതായത് കുട്ടികൾക്ക് ഉണ്ടാകുന്നു, ആ കുട്ടികൾക്ക് മറച്ചു വെക്കപ്പെടുന്നു, യഥാർത്ഥ പ്രതി ആരാണെന്ന് മറഞ്ഞു നിൽക്കുന്നു, പകരം നമ്മുടെ മുന്നിൽ ഒന്നോ രണ്ടോ ആളുകളെ നമ്മുടെ മുന്നിലേക്ക് ഇട്ട് ഇതാണ് പ്രതിയെ തോന്നിപ്പിക്കുന്നതായിരുന്നു. അങ്ങനെ സാധാരണ ക്രൈം ഫിക്ഷൻ്റെ ആ ഒരു പാറ്റേൺ അതാണ്. അപ്പോൾ അതേ ഒരു പാറ്റേൺ തന്നെയാണ് ഇതിലെങ്കിലും ഇതിൽ എന്താ പറയുക കുറേയേറെ വ്യത്യസ്തതകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചരിത്രത്തെപ്പറ്റിയുള്ള പഠനവും പിന്നെ അതേപോലെ ഈ പൗരാണിക കൊലയാളി സംഘങ്ങളെ പറ്റിയുള്ള പഠനവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് വായിക്കണം, വളരെ നന്നായി വായിച്ചതിന് ശേഷം അത് ചിലപ്പോൾ നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്ന പല വായിച്ചാളുകൾ പറഞ്ഞ കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്ന പല ഘടകങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം വായിക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും. കാരണം ഇതിൽ പ്രധാനപ്പെട്ട കഥാപാത്രം പ്രൊഫസർ ജയശങ്കർ എന്ന് പറയുന്ന ആണ് ആ തുടക്കത്തിൽ കൊല്ലപ്പെടുന്നത്. പക്ഷെ അദ്ദേഹം ചരിത്രത്തെ അഗാധ പാണ്ഡിത്യമുള്ള ഒരാളായിരുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ സുഹൃത്തുക്കൾ അതേപോലത്തെ ചരിത്രത്തെ അഗാധമായി പാണ്ഡിത്യമുള്ള ആളുകളായിരുന്നു. അപ്പോൾ അത്തരം അഗാധമുള്ള പാണ്ഡിത്യ ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്ന ചരിത്രത്തിൻ്റെ, അതുകൊണ്ട് തന്നെ ചരിത്രത്തിൻ്റെ വ്യത്യസ്ത വീക്ഷണകോണുകൾ, ചരിത്രത്തിൽ പലപ്പോഴും എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നിങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, കാരണം ഈ പറഞ്ഞതിന് കൂടി പോയോന്ന്. അപ്പോൾ നിങ്ങൾ സമാധാനപൂർവ്വം അത് വായിക്കണം, ഇത് വിലയിരുത്തണം. ഇതാണ് ഈ പുസ്തകത്തെ പറ്റി പറയാനുള്ളത്. പിന്നെ ഏറ്റവും അവസാനമായി ഈ ചടങ്ങിൻ്റെ സംഘാടകർക്ക് ഞാൻ നന്ദി പറയുന്നു. പിന്നെ അതേപോലെ തന്നെ ഈ ക്രൈം ഫിക്ഷൻ മത്സരത്തിൽ ഈ പുസ്തകം തിരഞ്ഞെടുക്കാനുള്ള മനസ്സ് കാണിച്ച, അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക, ഈ പുസ്തകം തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു ഇതുണ്ടാക്കിയ DC ബുക്സിനോടും അതിൻ്റെ പുരസ്കാര നിർണ്ണയ സമിതിയോടും ഞാൻ നന്ദി പറയുന്നു. പിന്നെ അതുപോലെ തന്നെ അവസാനം വരെ ഈ ചടങ്ങിനെ സംബന്ധിച്ച നന്ദി പറയാനുള്ള ചുമതല എൻ്റെതല്ല, പക്ഷേ ചടങ്ങിനെ സംബന്ധിച്ച മുഴുവൻ ആളുകൾക്കും, അതേപോലെ ഈ നോവൽ വായനക്കായി തിരഞ്ഞെടുത്ത മുഴുവൻ ആളുകൾക്കും ഞാൻ ആദ്യമേ നന്ദി പറഞ്ഞോളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രകാശത്തിലൂടെ ധന്യമാക്കിയ രാജേന്ദ്രൻ ഇടത്തുകര, വേദിയിലും സദസ്സിലിരിക്കുന്ന പൂർണ്ണമായി വളരെ ലളിതത്തിൽ പ്രൗഢമായ ഈ ചടങ്ങിൽ വെച്ച് ജയപ്രകാശിന്റെ കിഷ്കിന്ധയുടെ മൗനം എന്ന കൃതിയെപ്പറ്റി ഗൗരവമേറിയ ചർച്ചകളും നിരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട് എന്നതുകൊണ്ടും സമയം വളരെ വൈകി എന്നതുകൊണ്ടും ഞാൻ എൻ്റെ ഔപചാരികമായ കർത്തവ്യത്തിലേക്ക് നേരിട്ട് കടക്കുകയാണ്. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച
രാജു കാട്ടുപുരത്തിന്, ഈ സംഘാടക സമിതിയുടെ ചെയർമാൻ കൂടിയായ രാജു കാട്ടുപുരത്തിന് സംഘാടക സമിതിയുടെ ഔപചാരികമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വേദിയെ കുറിച്ച് കിഷ്കിന്ധയുടെ മൗനം പ്രകാശനം ചെയ്യാൻ വേണ്ടി എത്തിച്ചേരുകയും അത് തന്റെ ഭാഷണം കൊണ്ട് വളരെയധികം അറിവുള്ളതാക്കി മാറ്റുകയും ചെയ്ത രാജേന്ദ്രൻ എടത്തങ്കരയ്ക്ക് ഈ സംഘാടക സമിതിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. പുസ്തകം ഏറ്റുവാങ്ങിയ ദേവി മംഗള ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തി നമ്മളോട് സംബന്ധിച്ച ഡോക്ടർ കെ രാജാറാം ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ച പ്രവർത്തകൻ വേദി ശ്രീ സി കെ സുനിൽകുമാർ, ഡോക്ടർ കെ ഡി ശശിധരൻ, രാജൻ പാലർ, ശ്രീ പാലത്തായി രാമചന്ദ്രൻ, രാജേന്ദ്രൻ തായാട്ട്, പാലൂർ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ഷാജു, പാലൂർ പ്രസ് ഫോറത്തിലെ പ്രസിഡന്റ് സജി മൊബയോട്ട്, മറുപടി പ്രസിഡന്റ് നടത്തിയ ജയപ്രകാശ് പാലൂർ എന്നിവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ തന്നെ ഈ ചടങ്ങ് ധന്യമാക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ മഹത് വ്യക്തികൾക്കും സംഘാടക സമിതിയുടെ പേരിലുള്ള അകൈതവുമായ നന്ദി രേഖപ്പെടുത്തുന്നു.